പാട്ടുകാരനാകാൻ മോഹിച്ച് കോട്ടയത്ത് നിന്നും കോടമ്പക്കത്തേക്ക് എത്തിയ ഒരു അച്ചായൻ, കുന്നേൽ ജോസഫ്. തിക്കുറിശ്ശിയുടെ കൈപിടിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാൽ ഹരിശ്രീ കുറിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രേം നസീർ ഉൾപ്പെടെയുള്ള നായകന്മാർക്കായി 8ഓളം ചിത്രങ്ങളിൽ തന്റെ ആലാപന മാധുര്യം സമ്മാനിച്ചു. നായകനും ഗായകനുമൊപ്പം കയ്യടി കിട്ടുന്ന ഏറ്റവും താരപ്പകിട്ടുള്ള പ്രതിനായകനായി പിന്നീട് ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അയാൾ. കടിച്ചു പിടിച്ച പൈപ്പും ചീകിയൊതുക്കിയ മുടിയും തന്റേത് മാത്രമായ ഒരു ആക്സന്റിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയുമായി ഒരു കോട്ടിനുള്ളിൽ കയറി അയാൾ കൊട്ടകയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ വട്ടം പെരുമ്പറ മുഴക്കി. തട്ടുപൊളിപ്പൻ പാട്ടുകളും തീറ്റ കൊടുക്കുന്ന മുതലക്കുഞ്ഞുങ്ങളും ജഗ്ഗുവിനെ പോലെ തഗ് പറയുന്ന കിങ്കരന്മാരും നിറഞ്ഞ ഒരു കൊട്ടൻ വില്ലൻ സെറ്റപ്പിൽ മറ്റാരെയും അദ്ദേഹത്തിന് പകരം നമുക്ക് അന്നും ഇന്നും സങ്കല്പിക്കാനാവില്ല. കോട്ടയം കുഞ്ഞച്ചനിലെയും ആകാശദൂതിലെയും ഒക്കെ പരമ സാത്വികനായ കഥാപാത്രങ്ങളും ഭക്തിരസപ്രധാനമായ ചിത്രങ്ങളിൽ ഭീഷ്മരായും സ്നാപക യോഹന്നാനായുമെല്ലാം അദ്ദേഹം നമ്മുടെ ഹൃദയം കവർന്നു. തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും ആ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ ഒരു ആത്മപ്രകാശം നൽകുന്ന അപൂർവ നടൻ. ഓർമ്മയിൽ എന്നും ജോസ് പ്രകാശ്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിൽ. അപ്പോൾ എന്നെ ഒറ്റിക്കൊടുക്കാൻ നിനക്ക് നിഷ്പ്രയാസം കഴിയുമല്ലോ. കരയാതെ മോളെ, വലിയ ശിക്ഷയൊന്നും കാണത്തില്ല. കൂടിയാ 1 വർഷം, അത് കഴിഞ്ഞ് അവനിക്ക് വരും. ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം. നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും. നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. നീ മാത്രം കഴിച്ചാൽ മതിയോടാ. That's good. You are very practical. I like it. അവൻ ആരാണ് നിന്റെ അപ്പനോ? എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നും കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇവന്റെ മുതലാളി വഞ്ചിച്ചിട്ടല്ലേ അവൻ നമുക്ക് സേവനം ചെയ്തത്? ഇന്നലെ വരെ പാലൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്? ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് വളരെ ബഹുമാന്യനായ ജോസ് പ്രകാശ് സാറിന്റെ സഹോദരൻ, ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. സ്വാഗതം ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക്. പ്രേം പ്രകാശ് സാറിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിനെ കുറിച്ചായിരുന്നു. പ്രേം നസീർ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും ഒരു പക്ഷേ ഈ എപ്പിസോഡുകളിൽ ഏറ്റവും മലയാള സിനിമയുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം 1952-53 കാലഘട്ടങ്ങളിൽ നിന്നാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ ഒരു പക്ഷേ ജോസ് പ്രകാശ് സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരല്പം കൂടെ പിന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കാനാവും. പല എപ്പിസോഡുകളിൽ ഞാൻ പറയാറുണ്ട്, ഇത് ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളല്ല, ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള സിനിമകളെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളാണെന്ന് പറയാറുണ്ട്. അദ്ദേഹമല്ലേ കുടുംബത്തിൽ നിന്ന് ആദ്യം സിനിമയിലെത്തുന്ന ആള്? തീർച്ചയായിട്ടും. തിക്കുറിശ്ശി സാർ അദ്ദേഹത്തിനെ കോട്ടയത്ത് ഒരു പരിപാടിയിൽ കാണുകയോ അങ്ങനെ എന്തോ അല്ലേ സംഭവം? അതായത് ഈ റാം മനോഹർ ലോഹിയയുടെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു. അന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ പാട്ടുകാരനായിട്ട് ക്ഷണിച്ചത് എൻ്റെ ജ്യേഷ്ഠനെ. തിരുനക്കരയിൽ റാം മനോഹർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവിടെ തിരക്കിയപ്പോൾ ആരുണ്ടെന്ന് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആരോ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞു. ബേബി എന്നൊരു പയ്യൻ കോട്ടയത്തുണ്ട്. ബേബി എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. നാട്ടിൽ വിളിക്കുന്നവർ ബേബി എന്നാ. അപ്പോൾ ജ്യേഷ്ഠനെ വിളിക്കുന്നു, അവിടെ പാടുന്നു. ആ പാട്ട് പാടി കേട്ടതോ അറിഞ്ഞതോ ആയിട്ട് തിക്കുറിശ്ശി സാറ്. അത് ഏത് പാട്ടായിരുന്നു അറിയോ? ഹിന്ദി പാട്ടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ചേട്ടൻ. ഞങ്ങളൊക്കെ ഹിന്ദി പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ മേരി കഹാനി ഭൂലിനെ വാല എന്നൊരു റഫീയുടെ ഒരു പാട്ടുണ്ട്. അവസാനം ആ പാട്ട് പാടി പ്രശസ്തനായപ്പോൾ നാട്ടുകാർ മേരി കഹാനി ബേബി എന്നുള്ള പേരും കൂടി ഇട്ടു, കുറെ പേര്. അതെ.
അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തത്. തിക്കുറിശി സാർ ഈ പാട്ട് പാടിയ കാര്യം അറിഞ്ഞു. ആ അറിഞ്ഞ് ഇതാരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ വിളിപ്പിച്ച് തിക്കുറിശ്ശേട്ടനെ പോയി കണ്ട് പുള്ളി പാട്ട് പാടാൻ അവസരം കൊടുത്തു. അന്ന് പാട്ട് പാടല് മദ്രാസിലല്ലേ? മദ്രാസിലാ. അതെ. അപ്പൊ ഒരു സ്റ്റേജിൽ പാടുന്ന കണ്ടിട്ട് നേരെ മദ്രാസിന് കൊണ്ടുപോയി. അവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെയാണ് പാടിക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിലും വലിയ തുടക്കം കിട്ടാനില്ല. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്ത് ചെല്ലുന്നു, അവിടുന്ന് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നത് 6-7 പടങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ഏതാണ്ട് 8 പടങ്ങളിൽ പാടിയിട്ടുണ്ട്. 8 പടത്തിൽ നസീർ സാറിന് ഉൾപ്പെടെ പിന്നണി പാടിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിലേക്ക് പറഞ്ഞത് എങ്ങനെയാ? അത് ജ്യേഷ്ഠന്റെ കാര്യം പറയുമ്പോൾ 1926 എൻ്റെ ജ്യേഷ്ഠൻ ജനിക്കുന്നത്. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ SSLC പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പട്ടാളത്തിലേക്ക് പോയി. 16 വയസ്സിൽ പട്ടാളത്തിൽ പോയ ആളാ. അതിന് വേറൊരു കഥയുണ്ട്. എന്നാൽ നമുക്ക് ഇരുന്ന് പറയാം. ഇരുന്ന് പറയാം. ഓർമ്മയിലെന്നും 16 വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു. അമ്മ പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെ, അല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല. അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ചേട്ടന് വലിയ ഹരമായിരുന്നു. കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു. സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു, ഒറ്റ അടി കൊടുത്തു. ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെ കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിന് പോയി. അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാ പൊക്കളഞ്ഞു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാ. അല്ല, അപ്പം പട്ടാളത്തിലൊന്ന് ചേരാൻ ഈ SSLC സർട്ടിഫിക്കറ്റ് നോട്ടോ അങ്ങനൊന്നുമില്ല, എന്തൊക്കെയോ സാധിച്ചു കിട്ടി. ചെറിയ ഒരു ജോലിയായിരുന്നായിരിക്കുമല്ലോ ആദ്യം. അങ്ങനെ കിട്ടിപ്പോയതാ. പക്ഷെ 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഫാദർ ഇതിൻ്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി, അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 1926 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 35-36 അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ല. അതെ, അന്നും റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. അന്ന് ഈ ഭരണകാല ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു. അതായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് ചേരുന്നത്. അതിന്റെ അനുഭവങ്ങളൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് ബോഡി ഗാർഡായിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരഭരിതമായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ ജനിക്കുമ്പോൾ ജ്യേഷ്ഠൻ പട്ടാളത്തിലാണ്. എനിക്ക് ഏതാണ്ട് 1 വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യം വന്ന് കാണുന്നത്, ഇളയ അനിയനെ. 1 വയസ്സുള്ളപ്പോ ഈ സിംഗപ്പൂര്, ബർമ്മ എവിടെയൊക്കെയോ ജോലി കേട്ടിട്ടുണ്ട്. ഇത് അവിടെ എവിടെയോ ഡൽഹിയിൽ നിന്ന് വന്ന് ഇളയ അനിയനെ കാണാൻ വരുന്നത് എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ജ്യേഷ്ഠൻ വന്ന് കാണുന്നത്. ഞങ്ങൾ 8 പേരാണ് കേട്ടോ. അതിൽ 1ാമനാണ് ജോസ് പ്രകാശ്, ഞാൻ 8ാമനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 8ാമനാണ് പ്രേമപ്രകാശ്, 8ാമനാണ് ഞാൻ. അപ്പം പട്ടാളത്തിൽ പോകുന്നു, ബ്രിട്ടീഷിൽ ഇതിൽ ചേരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 50കളുടെ തുടക്കമായി സിനിമയിലെത്തുമ്പോൾ അതെ പാട്ടുകാരനായിട്ട് എനിക്ക് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഹീറോ തന്നെ പാടുകയും ഹീറോ തന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയും അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ആദ്യം അഭിനയിച്ച് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ളതാണോ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠൻ ചെയ്തത്, നമ്മുടെ മണർകാട് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാലായിൽ. അവർക്ക് നാടക കമ്പനി ഉണ്ടായിരുന്നു, ഐക്യ കേരള കലാസഭ എന്ന് പറഞ്ഞ്. അതിലെ ഒരു അഭിനേതാവായിട്ട് ജ്യേഷ്ഠൻ പോയി. അതിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം കിട്ടിയതും പ്രേമലേഖ, വിശപ്പിൻ്റെ വിളി, ശരിയോതിട്ട പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്നത്. ഈ വിശപ്പിന്റെ വിളിയാന്ന് തോന്നുന്നു നസീർ സാറിന്റെ റിലീസായ ആദ്യത്തെ പടം. അതെ, റിലീസ് 53-ലാണെന്ന് തോന്നുന്നു. 52-ലും 53-ലും ആണത് ചെയ്തത്. അപ്പം അങ്ങനെ അതിലേക്ക് പോയി
പിന്നെ സിനിമ തട്ടകമായി. ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് നാടക കമ്പനി, നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക കമ്പനി കോട്ടയത്തുണ്ട്. കുറേ പ്രസിദ്ധമായ 3-4 നാടകങ്ങൾ, സാത്താൻ ഉറങ്ങുന്നില്ല, പോലീസ് സ്റ്റേഷൻ, ഫ്ലോറി, ഇതൊക്കെ പുള്ളിയുടെ നാടകങ്ങളാണ്. ഓ, അതോടൊപ്പം സിനിമയിലേക്കുമായി. ബിസിനസ് നടത്തിയിട്ടില്ലേ ഇതിനിടയില്? തേയില കച്ചവടം അങ്ങനെ എന്തൊക്കെ? തേയില ബിസിനസ് ആദ്യമായിട്ട് 47-ലാണ് തുടങ്ങുന്നത്. ഫാദറായിട്ട് തുടങ്ങി. അന്ന് ജ്യേഷ്ഠനും ഉണ്ട് അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ട്. ജ്യേഷ്ഠൻ ആദ്യമായിട്ട് വേറെ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് കോട്ടയത്തെ പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ. കോട്ടയത്തെ ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് കട കോട്ടയത്ത് തുടങ്ങിയതാണ്. അതെ. ഇത് കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നത് പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ തുടങ്ങുന്ന 55-ലാണ്. തേയില കച്ചവടം 47-ൽ ഫാദർ തുടങ്ങി. നമ്മുടെ പ്രേക്ഷകര് ഇതിങ്ങനെ കണ്ട് പോകുന്ന പ്രേക്ഷകർ ആലോചിക്കണം, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു കാര്യമാണ്. അതെ, ഏതാണ്ട് 77 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് ഞാൻ എന്ന് പറയുമ്പോൾ. അന്നൊക്കെ ഞാൻ തീരെ പൊടിപ്പയ്യനാണെന്നറിയാമല്ലോ. അതിനുശേഷമാണ് സുബ്രഹ്മണ്യം മുതലാളിയുടെ അവിടെ പോവുകയും മെരിലാൻഡിലെ ഒരു സ്ഥിരം നടനായിട്ട് മാറി. അതുപോലെ ആദ്യകാലത്ത് പുള്ളി ബിഷപ്പിൻ്റെ പുള്ളി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും KV കോശിയും കൂടി എടുത്ത പടമാണ് KNK പ്രൊഡക്ഷൻസാണ്. അങ്ങനെ ഈ 2 കമ്പനികളിലാണ് കൂടുതൽ അഭിനയിച്ചത്. പ്രത്യേകിച്ച് പി സുബ്രഹ്മണ്യം മുതലാളിയുടെ പടങ്ങളിലായിരുന്നു സ്ഥിരം ഒരു സാന്നിധ്യമായിരുന്നു ജ്യേഷ്ഠനും നസീറും ഒക്കെ. എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത്, ആ കാലങ്ങളിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് നേമത്തിനും ബസ് പിടിച്ച് സ്റ്റുഡിയോയിൽ പോകുന്ന കാലഘട്ടമൊക്കെ ജ്യേഷ്ഠൻ പലപ്പം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആദ്യകാലങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ സ്നാപ യോഹന്നാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭീഷ്മാചാര്യരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ പരമസാത്വികനായ പുരാണ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു വില്ലനായി മാറിയത്? വില്ലൻ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ശശികുമാർ സാറിൻ്റെ ലവ് ഇൻ കേരള, സിൽവർ ഹെഡ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അവിടുന്നാണ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് ജ്യേഷ്ഠൻ. സിൽവർ ഹെഡ് എന്ന് പറയുന്നത് ഈ തല ഷേവ് ചെയ്തിട്ട് അലൂമിനിയം പെയിന്റ് തലയിൽ അടിച്ചെന്നാ പറയുന്നത്. അന്ന് ആലോചിക്കണല്ലേ, അന്ന് കാലത്ത് അലൂമിനിയം പെയിന്റ് പോലൊരു സാധനമൊക്കെ അടിച്ച് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. 1 വയസ്സായപ്പോഴാണ് വന്ന് കണ്ടേന്ന് പറഞ്ഞു. അതെ. ജോസ് പ്രകാശ് സാർ ആ വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു. അതെ. ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടെ അച്ഛൻ്റെയും കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ്. താഴെയുള്ള ആളുകളെയൊക്കെ നോക്കുക എന്ന് പറയുന്നത്. വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നോ ആ പരുവത്തില്? ഞാനത് പറഞ്ഞു വരുമ്പം എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ്, എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. കാരണം ഞങ്ങൾ 7 പേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി. സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തിയ ഒരു മനുഷ്യനാണ്. ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു. അതിലാണ് എനിക്ക് അഭിമാനമുള്ളത്. ഞാൻ ഇപ്പം പ്രേംപ്രകാശ് എന്ന് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. പിന്നെ ചോദിച്ചൊരു ചോദ്യം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ ചില കല്യാണം ആലോചിച്ചപ്പോഴത്തേനും ആ വീട്ടുകാർ പറഞ്ഞു, അങ്ങേരുടെ വീട്ടിലൊന്നും ചെന്ന് കല്യാണം ആലോചിക്കരുത്, അങ്ങനെ മഹാ കുഴപ്പക്കാരൻ, അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാ, പുള്ളി ബലാത്സംഗമൊക്കെ ചെയ്യുന്ന ആളാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, ആ ഒരു ഇമേജ് പുറത്തുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്വാദുവായ, വളരെ സിമ്പിളായിരുന്നു. ഒന്ന്, പുള്ളി ഒരു സിനിമ താരമല്ല, സൊല്യൂൻ്റെ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ച ആളാണ്. ഈ 8 മക്കളില് ഒന്നാമനാണ് ജോസ് പ്രകാശ് സാറ്, 8ാമനാണ് പ്രേംപ്രകാശ് സാർ. അതെ. 1ാമന് സിനിമയുണ്ട്, 8ാമന് സിനിമയുണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സിനിമ പരിപാടികളിലേക്ക് എത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ബ്രദർ, 3ാമത്തെ ബ്രദർ, പുള്ളി ടോം പ്രകാശ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹവും മരിച്ചുപോയി. ബിഷപ്പിന്റെ വിളിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുണ്ട്. അതും ജ്യേഷ്ഠന്റെ ഏർപ്പാടിൽ കൊണ്ടുപോയി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ചതാണ്. സിനിമയുമായി ബന്ധം വന്നത് പിന്നെ ജോസ് പ്രകാശിന്റെ മൂത്ത മകൻ രാജൻ പ്രൊഡ്യൂസറായി സിനിമകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ കലയോട് വേറെ ആർക്കുമില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെ സഹോദരിയുടെ മകൻ ഡെന്നീസ് ജോസഫ്, എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീസ്. അവനും സിനിമയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി, സംവിധായകനായി. പിന്നെ കലയോട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ
മക്കൾ രണ്ടുപേരും ഈ ഫീൽഡിലുണ്ട്, അറിയാം. ബോബി, സഞ്ജയ്, അവർ തിരക്കഥാകൃത്തുക്കളാണ്. പിന്നെ എൻ്റെ മോളുണ്ട്, ആ മോള് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ കലയോട് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കുടുംബം തന്നെയാണ്. അതെ. ഈ ഒന്നിച്ച് അഭിനയിച്ച സിനിമകൾ? ഞാനും ജ്യേഷ്ഠനും ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്ന സേതുമാധവൻ സാറിൻ്റെ പണിതീരാത്ത വീടാണ്. അതിൽ നന്ദിത ബോസിൻ്റെ കാമുകൻ്റെ റോളാണ് ഞാൻ അഭിനയിച്ചത്. പുള്ളി ഒരു പോലീസ് ഓഫീസറുമാണ്, അതേ സമയത്ത് എൻ്റെ അച്ഛൻ്റെ റോളുമാണ്. എന്നെ വന്ന് അച്ഛനായിട്ട് അഭിനയിച്ചു. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വേഷമാണ്. പിന്നെ KG ജോറി സാറിൻ്റെ രാപ്പാടികളുടെ ഗാഥ പത്മനാഭൻ സാർ എഴുതിയ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന സിനിമയാണോ ഇപ്പൊ ഒരു പ്രിന്റും ഇല്ലാണ്ടായ പടം? പ്രിന്റേ ഇല്ല. അത് പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളുടെയും പ്രിന്റ് ഇല്ലല്ലോ, ഇപ്പൊ കിട്ടാനില്ലല്ലോ. ഈ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയുടെ യാതൊന്നും ഇന്ന് ലഭിക്കാനില്ല. ഒന്നുമില്ല, പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റില്ല് എൻ്റെ കയ്യിലുണ്ട്, ഒരു സ്റ്റില്ല് ആകപ്പാടെ. പ്രേംപ്രകാശ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു, നിർമ്മാണം ഉണ്ടായിരുന്നു, അഭിനയമുണ്ട്, എല്ലാ രീതിയിലും സിനിമയുടെ സമസ്ത മേഖലകളിലും വന്നു. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സീനിയറായ, അല്ലെങ്കിൽ 1950കളുടെ തുടക്കത്തിൽ സിനിമ ഇങ്ങനെ കാണണം നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സിനിമയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വലിയ ഉപദേശങ്ങൾ തരുമായിരുന്നോ? ഏടാ നീ ഇന്ന കാര്യം നോക്കണം. എനിക്ക് വളരെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ്. ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അതിലൊരു വാചകം എൻ്റെ മനസ്സിൽ എന്നും പ്രതിധ്വനിക്കുന്ന ഒരു വാചകമുണ്ട്. എന്നോ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, എൻ്റെ ആ ചെറുപ്പത്തിൽ ചോദിച്ചതായിരിക്കാം, എന്തുകൊണ്ടാണ് ഇന്ന ഡയറക്ടേഴ്സ് ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കാത്തത്? എൻ്റെ ന്യായമായ ഒരു സംശയം. അന്ന് സ്ഥിരം ശശികുമാർ സാറ്, കൃഷ്ണനായർ സാറ്, AB രാജ് സാറ്, ഇങ്ങനെ ഹരിഹരൻ, ഇവരുടെയൊക്കെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ജോഷി, വേറെ ചിലരുടെ ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മളെ വേണ്ടാഞ്ഞിട്ടായിരിക്കും. അല്ല എന്നാലും എങ്ങനെയാ? ഇല്ലടാ, ഞാൻ ആരോടും അങ്ങനെ, നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ അങ്ങോട്ട് പോകണ്ട. ആ പറഞ്ഞ കൂട്ടത്തിലൊരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം. ഇതെനിക്കൂടെ അന്നും പറഞ്ഞ. പിന്നെ ഞാനൊരു അഭിനയവും കഴിഞ്ഞ് ഞാൻ പെരുവഴി അമ്പലം സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസറായപ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട്, സത്യസന്ധമായിട്ട് പെരുമാറണം, സിനിമയാണ്, സത്യസന്ധത വേണം, ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ച് നീ അത് കൈകാര്യം ചെയ്യണം. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. ഞാൻ എന്നും ഏത് സിനിമ എടുക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ജോസ് പ്രകാശ് സാറിനോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടുള്ള, ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു അഭിനേതാവ്. അങ്ങനെയും ഇങ്ങനെയൊന്നും നമ്മുടെ മലയാളം ടെലിവിഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ല. ഞങ്ങൾ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിഗണിക്കുകയും അതിൽ ഞാൻ വരണം, അതെൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്ത ഒരാൾ. ഇന്ന് അദ്ദേഹത്തെ ഷൂട്ടിങ്ങിന് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം നർമ്മത്തിൽ ചാലിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പഴയ രവികുമാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുതിയ രവികുമാർ വന്നിട്ടില്ലല്ലോ, എന്നാലും ഞാൻ പഴയ രവികുമാർ എന്ന് നർമ്മത്തിൽ പറഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട രവികുമാർ സാർ. സാർ സ്വാഗതം നമ്മുടെ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക്. ജോസ് പ്രകാശ് സാറിനെ രവികുമാർ സാർ ആദ്യമായിട്ടൊരു കണ്ട ഓർമ്മകളുണ്ടോ? ഉണ്ട്. ഞാൻ ഒപ്പ എന്നാണ് വിളിക്കാറ്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അമ്മ എന്ന് പറഞ്ഞൊരു സിനിമയിൽ KP കൊട്ടാരക്കര, M കൃഷ്ണനായർ ഡയറക്റ്റ് ചെയ്ത അമ്മ. അതിലുണ്ട് അച്ഛനായിട്ട് പപ്പയും, ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ പപ്പയും, അമ്മയായിട്ട് ശ്രീവിദ്യ, വളത്തമ്മയായിട്ട് KR വിജയും, വളത്തച്ഛനായിട്ട് മധുചേട്ടനും. അത് 1974 75 അന്ന് മുതലേ ഞാൻ പപ്പ എന്നാ വിളിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സുള്ള ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന് ഫീൽഡ് അതായിരുന്നു അന്ന്. വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുള്ളൂ.
അവരൊക്കെ ഞങ്ങളെ വാടാ പോടാന്നാ വിളിക്കണോ. അത് ആ വാത്സല്യം കൊണ്ട് വിളിക്കണതാണ്. ഇന്ന് വിളിക്കാൻ മക്കളെ അറിയാം. ഇന്ന് ഹീറോനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ചെറുതാണേലും വേണേ വിളിച്ചാൽ മതി. അത് എടാ രവി എന്നൊക്കെ ആരെയുള്ള ശരി. പക്ഷേ നസീർക്ക് അങ്ങനെ വിളിക്കില്ല, എസ് എ എന്നാ വിളിക്കലോ അദ്ദേഹം. ഇവർക്ക് വാത്സല്യം എൻ്റെ അച്ഛൻ്റെ വയസ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രാജൻ. ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും. ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ് വലിയ ആർട്ടിസ്റ്റായി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് രാജൻ പറഞ്ഞാൽ എനിക്കറിയോ. നടക്കാൻ പോകുമ്പോൾ പഴയ ആർട്ടിസ്റ്റാണെന്ന് മുമ്പ് ഏത് കടയിൽ ചായ കുടിച്ച് ആ കടയിൽ കയറി ചായ കുടിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നോ നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കണ്ടെന്ന് ഞാൻ പഴയ കാലത്തിലോട്ട് പോയി. ഇതൊക്കെ കാണുമ്പോൾ ഒരു 70-ലോട്ട് പോയി. ഞാൻ വന്ന പീരീഡാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ നിർമ്മിച്ച ഉല്ലാസയാത്ര. അതിൽ പപ്പ ജോസ് പ്രകാശ് ഏട്ടൻ ഷീലാമ്മയുമായിരുന്നു പേര്. അതിനകത്ത് രവിയേട്ടൻ സിനിമ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ 19 വയസ്സിലല്ലേ അത്? 19 വയസ്സ്. 19ാമത്തെ വയസ്സിൽ നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. എന്നെ ആക്കിയതാ എൻ്റെ അച്ഛൻ. ഉല്ലാസയാത്ര രവികുമാർ ഫിലിംസ്. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയണെങ്കിൽ മരിച്ചുപോയ ജയൻ, അദ്ദേഹം അതിനു മുമ്പ് ശാപമോക്ഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്ത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ പപ്പ കാണാൻ വന്നത്. കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ രാജൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ വരാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ രാജനാണ് വിളിച്ചുകൊണ്ട് BTH എന്നിട്ട് ആ പടത്തിലുള്ള ഉല്ലാസയാത്രയിൽ അച്ഛൻ ഉടനായിട്ട് മെയിൻ വില്ലനായിട്ട് ജയന്, കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയന്, അത് പഴയ ആൾക്കാർക്ക് അറിയാം. ഓ, അത് ഞാനേ പ്രഭാചേട്ടോ ഈ പറഞ്ഞ കഥ ഇപ്പൊ ഒരു ചോദ്യം, അതായത് ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയനെ എന്ന് പറയുന്നതിനകത്ത് ജയൻ സാറിന് ആ പേരിട്ടത് ജോസ് പ്രകാശേട്ടന് അങ്ങനെ ഉള്ളതാണ്. അതെ 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 അതെ. അതായത് ഈ ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ വന്നേക്കും ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ JC-യോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ. അപ്പം കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്. അത് കൂടാതെ കോട്ടയത്തെ ജയവിജയന്മാർക്ക് ആ പേരിട്ട് ജ്യേഷ്ഠനാണ്. കാരണം ഞങ്ങളുടെ അയൽവക്കമാണ് ഈ ജയന്മാരുടെ ഫാമിലി. അപ്പോ ഈ മനോജ് കെ ജയൻ ജയൻ ഇഷ്ടംപോലെ ഭക്തിഗാനങ്ങൾ ജയവിജയന്മാര് വലിയ സംഗീതജ്ഞരാണ്. സിനിമയുടെ സംഗീത സംവിധാന രംഗത്തിലെല്ലാം ഒരാളുടെ പേര് ജയനെന്നും വിജയനെന്നും സെപ്പറേറ്റ് വിളിക്കുമെങ്കിലും ജ്യേഷ്ഠന്റെ ഒരു നാടകത്തിന് സംഗീതം കൊടുത്തത് ഇവരാ. അപ്പം ജ്യേഷ്ഠൻ പറയാം, നിങ്ങളുടെ പേര് ഞാൻ ജയവിജയന്മാർ എന്നാക്കുക, കാരണം ഇവരുടെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ട്, അവരുടെ അടുപ്പക്കൂടുതലുണ്ട്. ഓ, ഇതൊക്കെ ഈ തിക്കുറിശി സാറാണ് ഇങ്ങനത്തെ പരിപാടികൾ പേരിടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് രണ്ടും പുതിയ അറിവാ. അതെ അതെ. ഇതും ജയൻ തന്നെ രണ്ടുപേരിലും യാദൃശ്യമായിരിക്കും. വിജയന്മാർക്ക് പേരിടുമ്പോഴും കൃഷ്ണൻ നായരെ ജയൻ എന്നുള്ള പേരിടുമ്പോഴും യാദൃശ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വിജയം ജയം എന്ന് വെച്ചാൽ വിജയം. അതെ, അങ്ങനെ അച്ഛനോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക, ബാക്കി ആരും ഇതിനുള്ള ഡയറക്ടേഴ്സ് ഒന്നുമില്ല. പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക എൻ്റെ പടത്തിൽ ആരൊക്കെ അഭിനയിക്കണം. അച്ഛൻ പറഞ്ഞു, ശരി എൻ്റെ പടത്തിലുള്ള ഒരു വില്ലൻ റോളായിട്ട് ചെയ്യണം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെയാണ് ജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഹീറോ ഒരു ഉദയം. വേറെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് സത്യമാഷ്ടർ,
രണ്ടാമതായിട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പ്രേം നസീർക്ക, മൂന്നാമത് ഈ ചെറിയ ആർട്ടിസ്റ്റ് ഞാൻ, ഉല്ലാസയാത്രകൾ. അച്ഛൻ അവർ രണ്ടുപേരും ത്യാഗസീമ എന്ന് പറഞ്ഞ കൂടത്തിലായിരുന്നു. ത്യാഗസീമകളായിരുന്നു പ്രേം നസീർ ആദ്യമായിട്ട്. അതിനെ റെക്കമെൻഡ് ചെയ്തത് തിക്കുറിശ്ശി ആശാനായിരുന്നു. അച്ഛൻ്റെ അതിനു മുമ്പിലത്തെ പടങ്ങളിലൊക്കെ തിക്കുറിശ്ശി ആശാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ലെറ്റർ കൊടുത്തയച്ചു, ദിസ് ബോയ് അബ്ദുൽ ഖാദർ ഇസ് വെരി ഗുഡ് ഇൻ ആക്ടിങ്, മിസ്റ്റർ മാഡം ഇഫ് യു ക്യാൻ പ്ലീസ് ഗിവ് ഹിം സം റോൾ. അങ്ങനെയാണ് കൊളത്തൂറായിരുന്നു അച്ഛൻ. വേറെ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ പണിതരുന്നുണ്ട് അച്ഛനായിരുന്നു, ശ്രീകൃഷ്ണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ്. മെരിലാൻഡിനും ഉദയയുടെ മുമ്പ് കൊളത്തൂരിൽ. കൊളത്തൂർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം കൊളത്തൂര്. അവിടുത്തെ ആദ്യത്തെ സ്റ്റുഡിയോ, ആദ്യത്തെ കേരളത്തിലെ സ്റ്റുഡിയോ. പക്ഷെ രവികുമാർ സാറൊക്കെ ചെന്നൈ അല്ലേ? ചെന്നൈയിലാ ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാ ഞാൻ ജനിച്ചത്. ഞാൻ 54 ജനിച്ചത്. ഇതൊക്കെ 50s ബിഗിനിങ്ങിലാണ്. അപ്പൊ അക്കാലത്ത് ഇപ്പൊ പറഞ്ഞു ഇവരെല്ലാം നായകന്മാരാണ്. ശരിക്കും സൗഹൃദങ്ങൾ ഉണ്ടാവുമെങ്കിലും എപ്പോഴെങ്കിലും ഇത്രയും വില്ലനായിരുന്നതിന്റെ ഒരു ദുഃഖം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വില്ലനല്ല, അല്ലാത്ത വേഷങ്ങൾ ചെയ്യണം. കാരണം നിരന്തരം വില്ലനുണ്ട്. ഒരു 10 കൊല്ലത്തോളം എത്ര സിനിമകളിൽ വില്ലനായിട്ടുണ്ടെന്നുള്ളതിന് കൈയും കണക്കുമില്ല. അത് ജേഷൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു ക്യാരക്ടർ റോള് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പുള്ളിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ചുരുക്കം ചില വേഷങ്ങൾ അസലായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഒന്ന്, ഞാൻ തന്നെ നിർമ്മിച്ച പെരുവഴി അമ്പലത്തിലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഭാര്യ, തിക്കുറിശ്ശി ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ രാഗിണിയുടെ കാമുകനായിട്ടായിരുന്നു, നല്ലൊരു വേഷമായിരുന്നു. അതേപോലെ അരനാഴിക നേരത്തിലെ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടായിരുന്നു. കാട്ടുകുരങ്ങിലെ ആ നാദബ്രഹ്മത്തിൽ നിന്നുള്ള പാട്ട് പാടുന്ന ആ ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യകിരണങ്ങൾ, കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാലത്ത് വിഷമം ഇല്ലാഴികയില്ല, പക്ഷേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട് എല്ലാവർക്കും. ഒരു പടം നസീറുണ്ട്, ഷീലയുണ്ട്, ജയഭാരതിയുണ്ട്, എന്നാൽ ജോസ് പ്രകാശ് വില്ലൻ. ഇങ്ങനെ ഒരു കഥ ചട്ടക്കൂടുണ്ടാക്കി വെച്ചത് കൊണ്ട് പറ്റിയതായിരിക്കാം. ശരിക്കും പുള്ളി ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുമുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അന്ന് ഈ ഹീറോ സിനിമയിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളും സർവ്വ ഗുണഗണ സമ്പന്നനായിട്ടുള്ള ആളുമായിരിക്കും ഹീറോ. പക്ഷെ നമ്മൾ സിനിമകൾ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാല് ഒരു വിദ്യാഭ്യാസത്തിന്റെ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി നമുക്ക് തോന്നുന്നത് എപ്പോഴും വില്ലനായിരിക്കും. വില്ലൻ വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഒരിക്കലും ഒരു ഹീറോ ഒരാൾ നല്ല കാര്യം ചെയ്ത വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പടം, നിങ്ങൾ എത്ര പടം പരിശോധിച്ചാലും ഹീറോയ്ക്ക് ഇത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ജോസ് പ്രകാശ് സാറിന്റെ വില്ലന്മാരെല്ലാം വളരെ സോഫിസ്റ്റിക്കേറ്റഡ്, നല്ല ഇംഗ്ലീഷ് പറയുന്ന, നല്ല ഇംഗ്ലീഷ്, അതും പപ്പയുടെ ഇംഗ്ലീഷൊക്കെ ബൈ ദ ബൈ ഒന്നും ഇവർ ഇടുകയില്ലായിരുന്നു. അത് കൈ നിടുന്നതാണോ അന്നത്തെ എഴുത്തുകാർ കൂടെ? കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നത്തെ എഴുത്തുകാരും ഇവര് നടന്മാരും തമ്മിലുള്ളൊരു നല്ലൊരു കോപ്പറേഷൻ കാണും. ചില ഒരു അഭിപ്രായം പറഞ്ഞു കാണുമായിരിക്കും. പുള്ളിയുടെ തന്നെ അഭിപ്രായം ഞാൻ പറയുന്നില്ല, നമുക്കത് ഇടാം എന്ന് പറഞ്ഞാൽ ഒരു ശശികുമാർ സാർ സമ്മതിച്ചിരിക്കാം, കൃഷ്ണൻ നായർ സാർ സമ്മതിച്ചിരിക്കാം. അത് ആ ഒരു രീതിയിൽ ഒരു കൊടുക്കൽ വാങ്ങലിൽ പറയപ്പെട്ടതാണ്. പിന്നെ ജ്യേഷ്ഠനെ പറ്റി പറയുമ്പോൾ പുള്ളി 7 കൊല്ല പട്ടാളവാസത്തിൽ പുള്ളിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹം ഹിന്ദിയും ഇംഗ്ലീഷും സുന്ദരമായിട്ട് സംസാരിക്കും. ഏത് ഹിന്ദിയിലും സംസാരിക്കും. ഞാനിത് ആലോചിച്ചു. കാരണം തുടക്കത്തില് പ്രേമരാജ് സാർ പറഞ്ഞു അദ്ദേഹം 10ാം ക്ലാസ് പാസ്സാകാത്ത ആളാണ്. നമ്മൾ ശ്രദ്ധിച്ചാല് 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളുടെ ആക്സെന്റോ ടോണോ ഒന്നും അല്ല. ഇംഗ്ലീഷ് റെൻഡറിംഗ് ഒക്കെ ഗംഭീര റെൻഡറിംഗ്. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ഇംഗ്ലീഷ് വേറെയാണ്. അത് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് പറയും. അതെ, ബ്രിട്ടീഷ് സ്വാധീനമുള്ളതുകൊണ്ട് അന്ന് 10ാം ക്ലാസ് പഠിച്ചവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് സംസാരിക്കാൻ ഒക്കില്ല. നിർമ്മാതാവുണ്ട്, നമ്മുടെ കയ്യില് നടനുണ്ട്. ഉറപ്പായിട്ടും ഈ പങ്ക്തിയിലേക്ക് ഇനി കടന്നു വരേണ്ടത് ഒരു സംവിധായകനാണ്. 2 പേരും നിർമ്മാതാക്കളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംവിധായകൻ കൂടെ വരേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ചിത്രങ്ങൾക്ക് മലയാള സിനിമയിൽ അന്നോളം ഉണ്ടായിരുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫോർമാറ്റുകൾ പൊളിച്ചുകൊണ്ട് പുതിയ തരം ചിത്രങ്ങൾക്ക് നമുക്ക് കുടുംബചിത്രങ്ങൾ, അല്ലെങ്കിൽ സിനിമയുടെ തന്നെ ജോണർ മാറ്റില്ല, കുടുംബചിത്രം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴെ വന്ന സിനിമകളുടെ ഒരു തലം തന്നെ മാറ്റി മലയാളികൾക്ക് കാണിച്ചു തന്ന ഡയറക്ടർ നമ്മൾ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സംവിധായകൻ സാജൻ സാർ.
സാർ സ്വാഗതം. ഓർമ്മയിൽ നിന്നും ജോസ് പ്രകാശ് എന്ന് പറയുന്ന പരമ്പരയിലേക്ക്. ഇത്രയും നേരം രവികുമാർ സാറിനോടും പ്രേംപ്രകാശ് സാറിനോടൊക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ, അദ്ദേഹത്തിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, ഇതെല്ലാം കണ്ടപ്പോഴെനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് സ്നേഹമുള്ള സിംഹം എന്ന് പറയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ജോസ് പ്രകാശ് സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം എവിടെ തുടങ്ങുന്നു, എങ്ങനെയായിരുന്നു? അദ്ദേഹം വളരെ സീനിയർ നടനാണ്. ഇന്നിപ്പം ഞാൻ പറയാതെ തന്നെ അറിയാം. ശങ്കരൻ നായർ സാറ് ആണ് എൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരം പോയി കാണുന്ന വ്യക്തികളിൽ ഒരാൾ ബേബിച്ചാനാണ്, ജോസ് പ്രകാശ് സാറ്. കാരണം സ്വാമീസ് ലോഡ്ജിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, ശങ്കരാടി സാറ്, ബേബിച്ചായൻ, ഇവരെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഈ പഴയ കാലത്ത് നാടക കാര്യങ്ങൾ മറ്റെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. മാത്രമല്ല, ഞാൻ TS കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തനോട് വർക്ക് ചെയ്യുമ്പോൾ ബേബിച്ചായനെ കുറിച്ച് കൂടുതൽ പറയും. പുള്ളിക്കാരൻ നല്ല ഗായകനാണ്. മനോഹരമായ ഹിന്ദി പാട്ടുകൾ, എന്ത് ആസ്വാദ്യമായിട്ട് പാടുന്നറിയാം. അല്ല, അത് ആ പാരമ്പര്യം കറിയാച്ചനുണ്ട്. പിന്നെ കറിയാച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ പേരാ കേട്ടോ. കറിയാച്ചനാ. അതായത് പറയാൻ വെച്ചാൽ കറിയാച്ചൻ ഇദ്ദേഹത്തിന് പ്രേംപ്രകാശ് എന്ന് വിളിക്കുന്ന അത്ര ഒരു ചുരുക്കാണ് പുള്ളി. അയാൾ ഇഷ്ടമല്ല. അതാ മുഖത്ത് കാണാതെ എന്തോ പുള്ളിക്കാരൻ്റെ. ഞാൻ കുറെ നേരമായിട്ട് ചുരുക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ഞാൻ കാണുന്നത് ഒന്ന് തിക്കുറിശി മാമൻ. അദ്ദേഹം തിക്കുറിശി തിരുവനന്തപുരത്തപ്പുറത്താണ്. അപ്പം പഴയ മാമനോട് സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ച് പിള്ളേരോട് സംസാരിക്കുമ്പോൾ പുള്ളി ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും. ആ രീതി. പിന്നെ കുറച്ച് അറിവുകൾ കിട്ടണമെങ്കിൽ ബേബിച്ചാൻ്റെ കൂടണം, പാട്ടും കിട്ടും. ശങ്കരാടി സാറിൻ്റെ അടുത്ത് റൂമിൽ പോയാൽ ഞാൻ സ്വാമീസ് ലോഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി കിടങ്ങി നടക്കും. കാരണം നല്ല നാടരി ചോറും തേൻകുട്ടിയൊക്കെ ഭക്ഷണം കഴിക്കും. സ്വാമീസ് ഈ സിനിമ അതെ ഉഗ്ര. അത് ബേബിച്ചാൻ, ഞാൻ ബേബിച്ചാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല മീൻകറി. എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. അത് പുള്ളിക്കാരൻ്റെ ഭാര്യയെക്കുറിച്ച് പറയും. എന്താ ഭാര്യയുടെ പേരെന്ന് പറഞ്ഞത്? സിനിമ എന്ന് പറയും. മാത്രമല്ല വേറെ ഇടയ്ക്കെന്ന് പറയുക, ഇദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബലാത്സംഗം അഭിനയിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. ആർക്ക്? ചിന്നമ്മ എന്ന് പറഞ്ഞ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ, ചേച്ചിയുടെ പേരാ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. അത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും. അതൊക്കെ ബേബിച്ച എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ അത് വില്ലനാകുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ? എൻ്റെ അടുത്ത് പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ഞാൻ കൊന്നിട്ട് ചെന്നാലും ഒരു പ്രശ്നമില്ല, പിടിച്ചു പറിച്ചിട്ട് ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമയിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വീട്ടിൽ പറയില്ല. എന്റെ വേഷം ചെയ്തെന്ന് പറയില്ല. പിന്നെ പുള്ളിക്കാരത്തി അങ്ങനെ അല്ലേ, കുടുംബകലം ഉണ്ടായെങ്കിലോ. സത്യം, ഇതൊക്കെ പറയുന്നത് തുറന്നു പറയും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് 100-ന്റെ നോട്ട് ഏതാണ്ട് നമ്മുടെ സിനിമ പോസ്റ്റിന്റെ 6 ഷീറ്റിന്റെ ക്വാർട്ടർ ഷീറ്റിന് അത്ര വലിപ്പം, 100-ന്റെ നോട്ട്. അത് വേവിച്ചാൻ പറയും, ഇത് കണ്ട 100-ന് ഇത് കിട്ടണമെങ്കിൽ, ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ബേബിച്ചാനെ കുറിച്ചുള്ള അനുസ്മരണമാണെങ്കിൽ ഒരു കാര്യം പറയണം. ഉറപ്പായിട്ടും പറയും. ഈ രവികുമാറിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുളത്തൂപ്പുഴ രവിയിൽ രവീന്ദ്രൻ, ഞങ്ങളുടെ അഞ്ചലും കുളത്തൂപ്പുഴ അടുത്താണ്. അപ്പോൾ ഞാൻ ഞങ്ങളോട് 5-20 കിലോമീറ്ററാണ് കുളത്തൂപ്പുഴ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോകും. ഞാൻ എന്നെക്കാളും പ്രായത്തിൽ കൂടുതലാണെങ്കിലും ഞാൻ ഇടാപാടാണ് വിളിക്കുന്നത്. അവൻ എന്നെ നല്ല പോലെ തിക്കുരിശാമൻ വിളിക്കുന്ന മാതിരി നല്ല ഭാഷയിൽ ചീത്തയും വിളിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഡയറക്ടറോടാ എനിക്ക് എന്തെങ്കിലും വേഷം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മദനോത്സവത്തിൽ വേഷം വാങ്ങിക്കാൻ ഡബ്ബിങ് അല്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അതിനകത്ത് വേഷമൊന്നുമില്ല പറഞ്ഞു. നല്ലൊരു ഡബ്ബിങ്ങിനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയത് ഉള്ളതാണ്, കടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടേ ഇതുപോലെ ഒരു മാനേജർക്കൊരു വേഷമുണ്ട് ഡബ്ബിങ്, നീ ചെയ്യാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭയങ്കര തെറി. രാവിലെ വീട്ടിൽ വന്നിട്ട് വൈഫ് എന്താ വഴക്ക് പറഞ്ഞു, വന്നിട്ട് ആ ഡബ്ബ് ചെയ്തു. അതിനുശേഷം ഈ രവികുമാർ ഒരു കാലത്ത് കത്തി നിൽക്കുന്ന നടനല്ലേ, അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യുന്നത് ഈ രവീന്ദ്രനായിരുന്നു, കുളത്തൂപ്പുഴ രവിയാണ്. അതറിയാമല്ലോ. ഇവിടെ ഓർമ്മയിലെന്നും രവീന്ദ്രൻ മാസ്റ്റർ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. കൈതപ്പുറം തിരുമേനി രവീന്ദ്രൻ മാസ്റ്റർ ഭാര്യയൊക്കെ വന്നിരുന്നു. ആ എപ്പിസോഡിൽ നമ്മൾ പാട്ട് പറയുന്നതിന്റെ ഏതാണ്ട് അത്രയും തന്നെ പ്രസക്തമായിട്ട് അദ്ദേഹം ഡബ്ബ് ചെയ്ത സിനിമകളെ കുറിച്ചും, അപ്പം രവികുമാർ സാറിനെ പറ്റി ഒരുപാട് ആ എപ്പിസോഡിൽ റെഫറൻസ് വന്നിട്ടുണ്ട്. ആ കാലഘട്ടം പറയുമ്പം രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് ഉണ്ടായിരുന്നു, കൈതപ്പുറം തിരുമേനി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിന് തൊട്ടു മുമ്പായിട്ട് ഒരു സമയത്ത് മുഴുവൻ ഇപ്പോ ജോസ് പ്രകാശ് സാറ് പാടിന്ന് അഭിനയത്തിലോട്ട് വന്നു. ഇത് ഡബ്ബിംഗ് ആയിരുന്നു, ഡബ്ബിംഗ് എന്ന് പാട്ടിലോട്ട് വന്നു. അപ്പൊ അത് പറയുമ്പോൾ ഒരുപാട് ഇത് പറഞ്ഞു. അതിന്റെ പിന്നില് രവികുമാരോട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ബലാത്സംഗത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം, ഞാൻ കൃഷ്ണൻ നായർ സാറിന്റെ സുപ്രഭാതം എന്ന പടത്തിൽ അഭിനയിച്ചു. ഞാനും വിൻസെന്റും വില്ലന്മാരാണ്.
ചെങ്കൽപ്പേട്ടയിൽ ഔട്ട്ഡോറാണ്. അതിൽ ഞാനും വിൻസെൻറ്റും കൂടെ സാധനയെ റേപ്പ് ചെയ്യണം. ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ഈ റേപ്പ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അത് ഞാനും വിൻസെൻറ്റും എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ പിടിക്കുന്നു എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണനായർ സാർ പറയാ, ജോസ് പ്രകാശിൻ്റെ അനിയനായിട്ട് റേപ്പ് ചെയ്യാൻ അറിയാൻ മേല. എന്നത് എടോ ആ ബ്ലൗസെ പിടിച്ചൊരു ഒന്ന് വലിക്ക്. പിന്നെ എന്നെ കൊണ്ട് ആ ബ്ലൗസ് സാധന കേട്ടോ, അവരൊക്കെ മരിച്ചുപോയി. സുപ്രഭാത പടം. അതിപ്പോ ഈ ബലാത്സംഗം പറഞ്ഞപ്പോഴാ ഓർക്കുന്നത്. അയ്യോ പുള്ളിക്കാരൻ അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ജോസ് പ്രകാശ് സാർ അന്ന് വീട്ടിൽ ചെല്ലുമ്പം സിനിമേന്റെ വഴക്കുണ്ടാക്കുന്ന പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ അത്ര എത്തിയില്ല. എത്തിയില്ലല്ലേ? ആരൊരു കാര്യം പറയാണ്ട്, ജോസ് പ്രകാശ് മിസ്സസിന്റെ കാര്യം ഞങ്ങൾ അമ്മച്ചിന്നാ വിളിക്കുക. ജീവിതത്തില് അവരുടെ വീട്ടില് ഉണ്ടാക്കണ വെള്ളപ്പം പാലപ്പോന്ന് ഞങ്ങൾ സത്യമാണ്. ഞാൻ രാജന്റെ പടം അതല്ല, ജീവിതത്തിൽ ആ ടേസ്റ്റില് ഞാൻ അതുവരെ സത്യമാണത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ രാജൻ വീട്ടിൽ വിളിച്ചോണ്ട് പോകും. വീട്ടിൽ വിളിച്ചോണ്ട് പോകും. ഞാൻ പറയാം അമ്മച്ചിയോട് ചെയ്യാൻ പറയുന്നു. പക്ഷേ നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ സ്പാളൊന്നും അടിക്കാൻ നോക്കില്ല. അമ്മച്ചിക്ക് അവിടെ സ്പാളടിക്കുക, അത് പപ്പ അടിച്ചാലും ഇഷ്ടമുള്ള വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയാം അമ്മച്ചി ഇതൊക്കെ കഴിക്കണമെങ്കിൽ 2 എണ്ണം അടിച്ചാലോ ഒക്കെയുള്ളൂ, നീയാണ് കുറെയൊക്കെ ചീത്തയാക്കണം എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയും. ഈ പാലപ്പം കഴിക്കാനായിട്ട് ഈ പ്രൈം മിനിസ്റ്ററൊക്കെ എറണാകുളത്ത് വരുമ്പം നിർബന്ധമായിട്ട് അല്ല, ഞാൻ അവിടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു എഴുതി കൊടുത്ത് വെച്ചത് ഈ ഐറ്റം കഴിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നു. അങ്ങേരെ കൈപ്പട ചേച്ചി നല്ല പ്രൈം മിനിസ്റ്റർ കഴിച്ചിട്ട് നെഹ്റു വീട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചി നല്ല കുക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ ചിക്കനും അതൊക്കെ വെച്ച് നല്ല മുളകിട്ട മീൻകറി. അയ്യോ, മീൻകറി നന്നായിട്ട് കഴിച്ചെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഉപയോഗിക്കുന്നത്. ബേബിച്ചായന്റെ മകൻ രാജൻ ജോസഫാണ് ഉപഹാരം എന്ന സിനിമ എടുത്തത്. ഞാനാണ് ഡയറക്ട് ചെയ്തത്. അതിനുമുമ്പ് ബേബിച്ചായനോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോകാതെ പറയുക. അപ്പോൾ കൂടുതൽ ഷൂട്ടിങ് ഈ വീട്ടിൽ ഉപഹാരത്തിന്റെ ഷൂട്ടിങ് അവിടെ ആയിരുന്നു. നമ്മുടെ വളഞ്ഞമ്പലം, എറണാകുളത്ത് വളഞ്ഞമ്പലത്തിന്റെ അടുത്താണ്. അവിടെയാണ് വീട്. ആ വീടിന് മുമ്പിൽ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലുമായ 2 സ്തൂപങ്ങളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കണ്ടാൽ നമുക്ക് അറിയാം ബേബിച്ചാന്റെ വീടാണ്. പിന്നെ ഈ അവർക്ക് രാജന് ഒരു ഡ്രൈ ക്ലീൻ കടയുണ്ടായിരുന്നു, ജോസ് ജംഗ്ഷൻ, ജോസ് പ്രകാശ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജയനൊക്കെ വന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അവിടെ ശാപമോക്ഷം എന്ന പടത്തിൽ ജയസി സാറാണ് അദ്ദേഹത്തിന് ജയൻ എന്ന പേര് മാറ്റിയത്. അല്ല, അത് ബേബിച്ചാന പറഞ്ഞുകൂടെ ഇപ്പൊ. അത് ആരെന്ത് പറഞ്ഞാലും അവനെ ഖണ്ഡിക്കാൻ പോവില്ല. അതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി. ഞാനാണ് വെച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. തർക്കിക്കാൻ നിൽക്കുന്നില്ല. മാത്രം ഇനി വേർന്ന് വെക്കണോ ഉച്ചാരടി, ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കാലത്ത് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന അഭിനയിക്കുന്ന ആളിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു മഹാമനസ്കത ബേബിച്ചാനിൽ നമ്മൾ കണ്ടുപഠിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല പെർഫോം ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യണത് നിൽക്കുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു ഡമ്മിയായിട്ട് നിന്നാലോ, ഞാൻ എന്തുവാ പരാക്രമം കാണിച്ചാലും അതെയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതെനിക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കൂട്ടുളം കളി എന്നൊരു സിനിമയിൽ ബേബിച്ചാൻ രാമൻ നായർ എന്നൊരു രാഷ്ട്രീയ നേതാവ്, മമ്മൂട്ടി RDO ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരന്മാർക്ക് എന്തും പ്രകടിപ്പിക്കാമല്ലോ. അതിന് എനിക്ക് ബേബിച്ചാൻ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കൂട്ടുളം കളിയിൽ വിജയ മൂവീസ് എടുത്തത് ഞാൻ ചക്കരമ്മയ്ക്ക് ശേഷം. അപ്പോൾ എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഇത്. അങ്ങനെ മമ്മൂട്ടിയുമായിട്ട് പുള്ളി ഇങ്ങോട്ട് ഒരു വാഗ്വാദമുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പുള്ളിയാണ് കേരളം കണ്ടുപിടിച്ച മാതിരി ആ ബേബിച്ചാൻ്റെ ഒരു പെർഫോമൻസ്. ഇതിനകത്ത് അതിൽ ബലാത്സംഗം മറ്റൊന്നുമല്ലോ, ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് അപ്പം മമ്മൂട്ടിക്ക് തിരിച്ച് ഡയലോഗ് പറയാം, പക്ഷെ പറയില്ല. അപ്പം അതിന് ശേഷം മമ്മൂട്ടിയെ പറ്റി പറയുകയാണ്, എൻ്റെ പൊന്നു സാജ മമ്മൂട്ടിയുടെ ചില സൈലൻ്റ് നോട്ടം ഉണ്ടല്ലോ, അപ്പം എനിക്കങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തോന്നുവാണ്, ആവശ്യം കൊള്ളുവാണ്. സത്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആക്ടർ സൈലൻ്റ് റിയാക്ഷൻ ആയാലും മമ്മൂട്ടിയുടെ സൈലൻ്റ് റിയാക്ഷന് ഭയങ്കരമായിട്ട് പൂഴ്ത്തി പറഞ്ഞ് കൂട്ടുകളെ കണ്ടു എപ്പോഴെങ്കിലും ഓർത്തു നോക്കൂ. അതുപോലെ ആ കാലത്തുള്ള നെല്ലിക്കോട് ഭാസ്കരേട്ടനെ പറ്റി ഉമാരോജി താമസിക്കുകയാണ് അല്ലേ, സ്വാമി ലോഡ്ജിൽ. ഭാസ്കരേട്ടനെ പറ്റി, ഭാസ്കരേട്ടൻ പഴയ നാടകനാണ്, അറിയാം നെല്ലിക്കോട് ഭാസ്കരൻ. പിന്നെ അപ്പം അദ്ദേഹത്തെ പറ്റി, ശങ്കരാടി ചേട്ടനെ പറ്റി, ശങ്കരാടി ചേട്ടൻ അപ്പുറത്തുണ്ട്,
ഇത് ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും പരസ്പരം ഇത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇനിമേലാണെങ്കിൽ ശത്രുത എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ കൂടുതൽ ശത്രുതയാണ്. ഈ അവസരത്തിൽ നമുക്ക് എറണാകുളംകാരൻ അല്ലെങ്കിൽ ജോസ് പ്രകാശ് സാറിന്റെ ഒക്കെ ഒരുപാട് ഒപ്പം കാണുകയും പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, തിരക്കഥാകൃത്ത്, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള SN സ്വാമി സാർ ജോസ് പ്രകാശ് സാറിനെ ഓർക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുമാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അവസാനം ഒന്നും ഇല്ലാത്തവരായി പോയിട്ടുണ്ട്. ജോസ് പ്രകാശ് അങ്ങനെയല്ല. തൻ്റെ ജോലി, അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം കൃത്യമായി മുടക്കി മക്കൾക്ക് വേണ്ടി അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അവരിന്ന് വളരെ പ്രോസ്പെറിറ്റിയിലാണ് ജോസിന്റെ മക്കൾ രണ്ടുപേരും. അപ്പോൾ ഈ ജോസ് പ്രകാശിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിലെ വില്ലനോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ, പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും നല്ല ഹീറോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഈ പറയണ പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ ഓർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ബേബിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ. കാരണം വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ്. ജോസ് പ്രകാശിനെ ആരും മറക്കില്ല അങ്ങനെ വരും. അപ്പൊ ഈ ഒരുപാട് പേർക്ക് അദ്ദേഹം എക്സാമ്പിൾ ആവേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രവർത്തികളാകേണ്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ഉപഹാരം ഷൂട്ടിങ് ബേബിച്ചൻ്റെ വീട്ടിലാണ്. മകനാണ് പ്രൊഡ്യൂസർ, പ്രകാശ് മൂവി ടൗൺ. അപ്പോൾ ഊണ് നമുക്ക് പ്രൊഡക്ഷനിൽ നല്ല ചാപ്പാടാണ് അവിടെ രാജൻ അറിയുന്നത്, ബെസ്റ്റ് ഫുഡാണ്. എങ്കിലും ബേബിച്ചായനുണ്ടെങ്കിൽ ബേബിച്ചായനും ഞാനും പിന്നെ രാജൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് മിക്കവാറും പ്രൊഡക്ഷൻ ചാപ്പാടാക്കി മേടിക്കുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോഴായി ഞാൻ പറഞ്ഞ മുളകിട്ട മീൻകറി ഉണ്ടല്ലോ കോട്ടയംകാരുടെ, ഓ എന്നാ സ്വാദാണ് അത്. സത്യം പറഞ്ഞാൽ എന്നാന്നുള്ളത് ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്, ഈ തിരുവനന്തപുരത്തുകാരനാണ്. എന്നിട്ട് പോലും അച്ചായനെ കുറിച്ച് ഓർത്തപ്പം എനിക്ക് എന്നാ സ്വാദാ ഇത് പറഞ്ഞാൽ നേരത്തെ പുള്ളി പറഞ്ഞ മാതിരി അമ്മച്ചിര ഫുഡ് അത് നല്ല കുക്കായിരുന്നു. സാജൻ സാർ, നമ്മളിപ്പോ പലതവണ രാജൻ നിർമ്മിച്ച സിനിമകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, വീടിനെ പറ്റി പറഞ്ഞു, സിനിമയെ പറ്റി പറഞ്ഞു, എല്ലാം പറയുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ സമയത്താണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത്. ഓർമ്മയിൽ നിന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് ഇനി വരുന്നത് ജോസ് പ്രകാശ് എന്ന അതുല്യ നടന്റെ മൂത്ത മകൻ, ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിട്ടുള്ള രാജൻ ജോസഫ്. ഭാഷയില് ഗംഭീരമായി കളയാം. ഗംഭീരമാക്കണം. അത് തന്നെ. ഞാനന്ന് ഫോണിൽ വിളിച്ചിരുന്നല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു വരണം, ഇങ്ങനെ വരണം എന്നല്ല, അതിലൊരു വലിയ കൗതുകമുള്ളത്, എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിലില്ല. ഞാനിങ്ങനെ പല വഴിക്കാണ് ഓരോരുത്തരെയും ഇതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു വിളി തന്നു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടിയിൽ വരുന്നുണ്ട്, നമ്മളിതൊരു പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അത്രയും ഒരു വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് രാജൻ ചേട്ടൻ. ഞങ്ങളിങ്ങനെ കുറെ നേരമായി ഓർമ്മകളിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇപ്പം പ്രമകാശൻ ഓഫ്കോഴ്സ് ഒരുപക്ഷെ രാജൻ സാറിന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ഒരാളായിട്ട് ഉണ്ട്. എന്നാലും ഇപ്പം അച്ഛനെ പോലെയാണ് എന്നവിടെ പ്രേമപ്രകാശേട്ടൻ പറഞ്ഞു. ഈ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ സെറ്റുകളിൽ കൂടത്തി പോയിട്ടുണ്ടോ? ഓളവും തീരുന്ന സിനിമയുടെ സെറ്റിൽ പോയിട്ടുണ്ട്. ആ, പ്രത്യേകിച്ച് അവിടെ പറയാനായിട്ട് ഇൻസിഡന്റ് ഒന്നും ഇല്ലാത്ത കാരണം. കുഞ്ഞാലി കഥാപാത്രം എനിക്ക് ഞാൻ ഓർക്കുന്നു. അല്ലാതെ ഇത്ര സിനിമകൾ അഭിനയിച്ചിട്ട് അച്ഛനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടില്ല? ഇല്ല, പോയിട്ടില്ല. അത് പ്രത്യേക ടൈപ്പാണ് അദ്ദേഹം സിനിമയായിട്ടുള്ള ആൾക്കാരെ അല്ലെ, ഈ സിനിമയായിട്ട് ഇവരെയൊന്നും ബന്ധപ്പെടുത്തില്ല. അദ്ദേഹത്തിൽ ഒരു നേരത്തെ കറിയാച്ചൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, പുള്ളി ഒരു മാതൃക. നമ്മൾ സിനിമയിൽ കാണുന്ന ബേബിച്ചായനെ അല്ല. അല്ല, നമ്മളിപ്പം ഒരു മക്കളെന്നുള്ള നിലയിൽ അന്നപ്പം എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അതെ, അങ്ങനെ അതിന്റെ ഒരു കാരണമുണ്ട്. കുടുംബജീവിതത്തിൽ ചേച്ചി എന്ന് പറയുന്നത് ജ്യേഷ്ഠന്റെ വൈഫ്, അവരാണ് മക്കളെയും അത് ഇതുപോലെ വളർത്തി വലുതാക്കിയാൽ ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ പങ്ക് വഹിച്ചയാളാണ് ചേച്ചി. എനിക്കും അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാണ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തേക്ക് വന്ന ഒരു അതിഥിയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളെയൊക്കെ നോക്കുകയും അങ്ങനെ കുടുംബം പിള്ളേർ
അങ്ങനെ ഒരു ഇതാണ്. ഒരു സിനിമയോടൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല ചേച്ചി. ഇവർക്കൊക്കെ വല്ലപ്പോഴും ഒരു വരെയാണ് സിനിമ- പേടിയാ, ഭയങ്കര പേടിയാ. 4 സിനിമകൾ നിർമ്മിച്ചു അല്ലേ? 4 സിനിമകൾ നിർമ്മിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞോ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുമ്പോ? ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആര് ജോലി ചെയ്താലും കൃത്യമായിട്ട് പണം കൊടുക്കണം. അതെ അതെ. കൊടുക്കണം എന്ന് പറഞ്ഞു. എടുക്കണം. ഫുഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു. ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായിട്ട് പോണതിന് മുമ്പ് കാശ് കൊടുത്തിരിക്കണം. കൊടുത്തിരിക്കണം. കൂടെവിടെ നിർമ്മിച്ചത് ഞങ്ങള് ഒരുമിച്ച് ചെയ്യും. രണ്ടുപേരും കൂടെയാണ് അതെ. കൂടെവിടെ ആ, നിർമ്മിക്കുന്നത് അതെ, അല്ലേ? അതെ. പ്രകാശ് മൂവി ടോൺ തന്നെയുള്ള അതെ, ആ ബാനറിലാണോ? ബാനറില് അതേ ബാനർ. അതേ ബാനറിലാണ് ഈ പടങ്ങള് അതെ അതെ. നിർമ്മിച്ചിട്ടുള്ളത്. ഈറൻ സന്ധ്യ, ഉപഹാരം. ഉപഹാരം, പ്രകാശ് മൂവി ടൗണില് 1000 കണ്ണുകൾ. പ്രകാശ് മൂവി ടൗണില് എന്നെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ വിളിച്ചത് രാജനോട് പറഞ്ഞത് ബേബിച്ചാന. ഓ, പിന്നെ അതായത് ഞാൻ ഇരുത്തിക്കൊണ്ട്, കാരണം ബേബിച്ചാൻ പറഞ്ഞു സാധനം, കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുള്ളിക്കാരൻ അറിയാമെന്ന് തോന്നുന്നു. പുള്ളിയെല്ലാം എപ്പോഴും കണക്കൂട്ടില്ല. പിന്നെ നസീർ സാറിനെ പോലെ ഏതെല്ലാം പടങ്ങൾ എവിടെല്ലാം ഓടുന്നു എന്നൊക്കെ കറക്റ്റ്, പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ആ രീതിയിൽ ഈ ബേബിച്ചാൻ പറഞ്ഞത് രാജനോട് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ വിളിച്ചത്. അതിലുള്ള കഥാപാത്രത്തിൻ്റെ പേര് ഫെർണാണ്ടസ് അല്ലേ? സോമനയുടെ അച്ഛൻ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ഡയലോഗ് പറയാനുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഫെർണാണ്ടസ് പേരായ പിന്നെ ധൈര്യമായിട്ട് ഞാൻ മലയാളം കൊടുത്താലും ബൈദബൈ ഒന്നുമല്ല, അതിൽ ബൈദബൈ ഒന്നുമല്ല. ബൈദബൈ പുള്ളിക്കാരൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ചെയ്യുന്നത്, സ്കൂൾ ലൊക്കേഷൻ ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും ഇപ്പൊ ഒരു സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവും അല്ലെ? കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ, ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കില്ലേ? അറിയായിരുന്നോ കൂട്ടുകാർക്കൊക്കെ? അറിയാം. പക്ഷെ അത് ഒരു വലിയത്രം കാണിച്ചു പുള്ളി. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് നന്നായിക്കുമല്ലോ. അപ്പം പ്രോഗ്രസ് കാർഡ് എല്ലാം അമ്മച്ചിയാ സൈൻ ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. 5 പേരുടെയും സൈൻ ചെയ്തു, എൻ്റെ മാത്രം സൈൻ ചെയ്തില്ല. കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം 4 തോറ്റിട്ടുണ്ട്, 2 ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അച്ചായൻ വന്നിട്ട് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ചായൻ വന്നപ്പോൾ അച്ചായൻ്റെ അടുത്ത് അച്ചായൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കി, ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ, 4 കീറിയിട്ട് എൻ്റെ തന്നു. അതുകൊണ്ട് നിർമ്മാതാവായി കേട്ടോ, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ട് വലിയ വേറെ ലെവലിൽ. അതുകൊണ്ട് അങ്ങേരെ വെച്ച് പടം എടുത്ത്. അത് തന്നെ, അതെ, അങ്ങേരെ അച്ഛനെ വെച്ച് പടം എടുത്ത്. അന്ന് ഒരുപാട് പഠിച്ച് പാസ്സായി പോയെങ്കിൽ കീറിയാലും ഈ സ്കൂളില് ഞാൻ അത് നമ്മളൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഇതുമായിട്ട് അങ്ങനെ സ്കൂളിൽ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അവരെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തിട്ട് കാണിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ കയറാൻ. ഞാനവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, തല സിൽവർ റെഡൊക്കെ അടിച്ച സമയത്താണ്. ആ ലുക്കിൽ സ്കൂളിൽ വരുന്നു എന്ന് ആലോചിച്ചു. ആ ലുക്കിൽ ഹെഡ് മിസ്റ്റേഴ്സിന്റെ റൂമിൽ ഇരിക്കുക. ഞാനവിടെ ചെന്ന് കയറി ഇപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു, ഇന്നപോലെ ക്ഷമിക്കണം, ഞാൻ അപ്പുറത്തൊരു പ്രത്യേക ഒരു വികാരത്തിൻ്റെ പേരിൽ സിസ്റ്റർ അതിൽ കയറി, ക്ഷമിക്കണമെന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ? ഒന്നും ചെയ്യണം, അവനെ വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്തിയാൽ മതി. ഓ, നല്ല പണിഷ്മെന്റ്. സിൽവർ ഹെഡിന്റെ പരിപാടികളാ സ്കൂളിൽ വന്നിട്ട് വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്താൻ ഓർഡർ ഇട്ടിട്ട് പോയി. പിന്നെ പിഷാരടി, നിങ്ങൾ ഈ മിമിക്രിയുടെ ആളായിട്ട് ചോദിക്കുകയാണ്, ഈ മിമിക്രിക്കാർ സ്ഥിരം പറയുന്ന ബേബിച്ചാൻ ഡയലോഗ് ഉണ്ട്, വിജയനും വീരനും പടത്തില്, റാസ്കൽ നിനക്ക് മാത്രം കുടിച്ചാൽ മതിയോടാ എന്നും കണ്ട ഡയലോഗ്. അതെ, അതിനകത്ത് ഞാൻ ഈ എപ്പിസോഡ് പറയും ഇന്ന് പ്രകാശ് സാറിനോട് പറഞ്ഞു, അതായത് ഒരു വലിയ സംഘം ആളുകൾക്ക് ജോസ് പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ മുതലയ്ക്ക് തീറ്റ കൊടുക്കുന്ന, പൈപ്പ് വലിച്ചു നീക്കുന്ന ഒരാളാണ്. അതിനപ്പുറം ഗായകൻ, വേറെ ക്യാരക്ടേഴ്സ്, ഇങ്ങനൊരു വലിയ വലിയൊരു ഏരിയക്ക് നേരെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ഒരു വലിയ ബാച്ച് ഈ ഒരു കാര്യത്തെ മാത്രം പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഈ മിമിക്രിക്കാർ ചെയ്യുന്നതിനകത്ത് ആ ഡയലോഗില്ലേ, റാസ്കൽ നീ മാത്രം കുടിച്ചാൽ മതിയോടാ, നീ മാത്രം, നമുക്ക് കുറച്ച് ഡയലോഗുകളുണ്ട്. വെല്ലൻ മൈ ബോയ് പറയുന്നതുണ്ട്. പിന്നെ ഈ അന്നത്തെ ചില സാധനങ്ങൾക്കുണ്ടല്ലോ നമ്മൾ അറിയാത്ത ചില, ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മല മോഹാലസ്യപ്പെട്ട് വീഴും, മലയെ എന്റെ വീട്ടിലേക്കും അവരെ ഇവിടേക്കും കൊണ്ടുവരൂ എന്നൊക്കെ പറയുക. പിന്നെ ഈ കപ്പല് നിറച്ചുള്ള വൈരങ്ങള്, അങ്ങനെയുള്ള കുറേ. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, അതായത് രാവിലെ ഉപഹാരം ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർമാർ നേരത്തെ എഴുന്നേക്കണമല്ലോ, ആ സമയത്ത് ഇയാളൊരു നമ്പർ ഇടും. അതായത് ഡയറക്ടർ എഴുന്നേറ്റോന്ന് അറിയാനായിട്ട്, എനിക്ക് അന്ന് കൽപ്പ ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം രാവിലെ ഫോൺ ചെയ്തിട്ട് 40 നോട്ടിക്കൽ മകലകലെ ഒരു കപ്പലിലോ എന്താ രാജാ പറയുന്നത് തന്നെ വളർത്തുന്നത്, അച്ഛൻ ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞിട്ട്. അപ്പം ഞാൻ കേൾക്കുന്നത് ബേബിച്ചാൻ എന്നെ വിളിച്ചോ
അല്ലേ? ദേ എന്നെ വിളിച്ചോളൂ, ഞാൻ ഉള്ളെന്ന് ചോദിക്കുന്ന തമാശയല്ല. ദേ ചോദിച്ചു നോക്ക്. ആ ഡയലോഗ് പറഞ്ഞേ. ഇന്ന് രാത്രി 10 മണിക്ക് ഇന്ന് രാത്രി 10 മണിക്ക് നമ്മുടെ കപ്പൽ നമ്മുടെ ജെട്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ രത്നങ്ങളും വൈരങ്ങളും ഉണ്ടാകാതെ കൃത്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണം. രാവിലെ രാവിലെ വിളിച്ച് കപ്പൽ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇരുമ്പഴികൾ എന്ന് പറഞ്ഞ പടം വില്ലനായിട്ടാണ് ക്ലൈമാക്സില് പ്രേം നസീർ ജയനൊക്കെ ഇങ്ങനെ പുറകെ ഓട്ടിച്ച് വരുമ്പോ ഇങ്ങനെ ചാടി കയറി ഒരു ട്രെയിനിന്റെ എഞ്ചിനകത്ത് കയറി ട്രെയിൻ ഓട്ടിച്ചു. ഇങ്ങനെ സ്വന്തം ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ജോക്ക് എന്തായിരുന്നു എന്നറിയോ? ഞങ്ങൾ ഇടയ്ക്ക് രാത്രി കയറി തണ്ണി അടിച്ചിരിക്കുമ്പോ വിളിക്കും, ഒപ്പാ എനിക്ക് എറണാകുളം വരെ പോണ ട്രെയിൻ ഒന്ന് അയക്കോ. ഇനി ഒരു സംഭവം പറയാം. ഞാൻ അക്കച്ചിയുടെ കുഞ്ഞാവ ചെയ്യുമ്പോൾ പാലായിൽ നിധീരിക്കൽ കുടുംബം, വലിയ കുടുംബമുണ്ട്, ഭയങ്കര ഒരു ബംഗ്ലാവാണ്. അവിടെ ഞങ്ങളുടെ ലൊക്കേഷനിൽ ആൾക്കാർ പോയിട്ട് ആ വീട് കൊടുക്കില്ല. ബേബിച്ചാൻ വന്നു. ബേബിച്ചാൻ്റെ ഞാനെൻ്റെ അന്ന് മണ്ണർകാട് പാപ്പനച്ചാൻ്റെ ഞങ്ങൾ മഹാറാണി ഹോട്ടലിലാണ് താമസിക്കുന്നത് പാലായിൽ. ചെറുകൃഷ്ണൻ ജോസുകുട്ടിയുടെ പടമാണത്. ജോസുകുട്ടിയുടെ വിചാരിച്ചാലും കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ ബേബിച്ചാനോട് പറഞ്ഞു, ബേബിച്ചാൻ ഇങ്ങനെ സംഭവം, ഞാൻ പോയി ലൊക്കേഷൻ അടിപൊളി വീടാണ്, അത് കിട്ടിയാൽ. ബേബിച്ചാൻ അത് വലിയ രതീഷിൻ്റെ അച്ഛനായിട്ടാണ്. ഞാൻ പറഞ്ഞു ബേബിച്ചാൻ്റെ വീടായിട്ടാണ്. നിധീരിക്കൽ എന്ന് പറഞ്ഞ ആ പേര് കൊടുത്തിട്ട് അവിടുത്തെ നമ്പർ എടുത്തു. കല്ലിയൂർ ശശിയാണെന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ മാനേജർ കൊടുത്തു. ബേബിച്ചാൻ ആ വീട് സാക്ഷ്യം വാങ്ങിച്ചു തന്നു. ആ വീട് വിളിച്ചു, ആളിനെ അയച്ചു. ആ വീടാണ് ബേബിച്ചാന്റെ വീട്, ഈ അക്കച്ചിയുടെ കുഞ്ഞാവയില്. ശരി, അച്ഛനെ സിനിമയിൽ അഭിനയിപ്പിച്ചല്ലോ, എല്ലാവർക്കും പൈസ കൃത്യമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. പൈസ മേടിച്ചോ? അച്ഛനോ? ഇല്ല, അത് മേടിച്ചില്ല. അമ്മച്ചി മേടിച്ചു അഭിനയിച്ചതിന്റെ. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയുക, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പ്രേംപ്രകാശ് സാറ് പറഞ്ഞു ജോസ് പ്രകാശ് സാറിന്റെ അച്ഛനെ പറ്റിച്ച് സിനിമയ്ക്ക് പോയിട്ട് അടി കൊണ്ടിട്ട് അവിടെ നിന്നുള്ള ഓട്ടത്തിലാണ് പട്ടാളത്തിലും പിന്നെ നമ്മൾ കാണുന്ന അവസ്ഥയിൽ എന്താ പറയൂ? അവിടെ അല്ല, ഞാൻ പറയട്ടെ, വീട്ടില് വലിയ ആളൊന്നുള്ളായിരുന്നു പപ്പ. ഇവരമാരെയൊക്കെ അമ്മച്ചയെ പേടിച്ചിട്ടാണ് വീട്ടില്. പേടിയല്ല, സത്യം. അല്ല, കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തലവനായിട്ട് തലവിയാണ് അവിടെ. അമ്മച്ചിയാണ്. ചേച്ചിയുടെ വയസ്സൊന്നുമില്ല. ചേച്ചി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതാണ് മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ. അല്ലാതെ ചേട്ടച്ചാരുടെ ഇതൊന്നുമല്ലേ. പുള്ളി സ്ഥിരം വീട്ടിലില്ലല്ലോ, സിനിമയും അഭിനയിക്കാൻ പോകുന്നു. സ്വാമി സലാഡ്ജ് നടക്കുന്നു. രാജേട്ടനൊക്കെ ഞാൻ സമയത്ത് നമ്മൾ വരുന്ന പോലെ ഇപ്പൊ ഈ പറഞ്ഞു നിന്ന് ആലോചിക്കുക, വളരെ തിരക്കുണ്ട് അച്ഛനല്ലേ. നമ്മുടെ ഒരു ബാല്യത്തിൽ നമുക്ക് അച്ഛനെ മിസ് ചെയ്യാന്ന് പറയും. പല സന്ദർഭങ്ങളിലൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയോ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു? മിക്കവാറും പോകാറുണ്ട് ഇടയ്ക്ക്. ഈസ്റ്റർ സമയത്തൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകും. ചിലപ്പോ ഞങ്ങൾ ഊട്ടി പോകും. ഊട്ടിയിൽ ചേച്ചിയുണ്ട്. സഹോദരി ഒന്ന് വീണ്ടും പറയണം എനിക്ക്. രാജന്റെ വലിയ മനസ്സ് കണ്ടുകൊണ്ട് അച്ചായൻ പറഞ്ഞു, മാർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ്. അതുവരെ പുള്ളി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് പേരെടുത്തിട്ടുള്ള അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടില്ല എന്നുള്ളത് അച്ചായനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, മാർക്കോസിന് ഒരു പാട്ട് നല്ല കൊടുക്കാൻ പറഞ്ഞു. ഇല്ലേ? അതാണ് പൊന്മേഘമോ പ്രേമ സന്ദേശ. പാടാൻ എനിക്കറിയില്ല. ആ പാട്ട് കൊടുത്തു. മാത്രമല്ല, ആദ്യമായിട്ട് നമ്മുടെ ഷിബു ചക്രവർത്തി പാട്ടാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പടത്തില് ഈ ഉപഹാരത്തിലാണ്. ഷിബു ചക്രവർത്തി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വേറെ നോക്കണോ, അതിന്റെ കഥ എഴുതാറെന്നറിയോ? കറിയാച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ സഹോദരനാണ് ജിമ്മി, എന്റെ വൈഫിന്റെ ബ്രദർ. അപ്പോ വീട്ടിലൊരു സിനിമയ്ക്ക് ഇനി കേൾക്കണം. അബദ്ധവശാല് ഒരു ജോസുകുട്ടിയും ഞാനും കൂടിയിട്ട് കോട്ടയത്ത് നിന്ന് പാലായിൽ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ വീട്ടിൽ കയറി. അവിടെ മോള് പുള്ളിക്കാരത്തി പാടും നന്നായിട്ട്. അത് ഞാൻ എൻ്റെ അടുത്ത് ജോസുകുട്ടി പറഞ്ഞിട്ട് അബദ്ധവശാലെന്ന് പറഞ്ഞു പോയി. ഹീറോയിനായിട്ടൊക്കെ ഇപ്പൊ ക്ഷാമമുള്ള സമയത്ത് അല്ലേ ചോദിച്ചിട്ടുണ്ട് എന്നോട്. സാഗ അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അതിൽ അഭിനയിപ്പിക്കാവൂന്ന്. ഞാൻ പറഞ്ഞ ഇല്ല, താല്പര്യമില്ലായിരുന്നു. ഞാനൊക്കെ അല്ല, വിട്ട ഒരു കാര്യമുണ്ട്. ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, രാജൻ. അത് പറഞ്ഞോട്. അതേതാ?
ഓപ്പോൾ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലങ്കേ നായർ നാഷണൽ അവാർഡ് വാങ്ങിച്ച ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സേതുമാധവൻ സേതുമാധവൻ മേനക ഞാൻ ആദ്യമായിട്ട് പരിചയം. അതെയാ? ഇപ്പൊ പോയിട്ടോ സാറിന് ഇത്രയും നേരം പറഞ്ഞതൊക്കെ പോയി. ഈ കഥ അറിയില്ല. ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല ഇത് എന്ന് വെച്ചാല് ഞാൻ വെറുതെ വീട്ടിലേക്ക് ഒരു യതീന്ദ്രദാസ് എന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. പുള്ളി അസോസിയേറ്റ് ഡയറക്ടർ മറ്റേത്. നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. നമുക്ക് വെറുതെ ഒരു സൺഡേ അല്ലേ, ഇന്ന് കടയൊന്നും ഇല്ല, പോകാമെന്ന് പറഞ്ഞു. പുള്ളി വൺ ഡേ കയറ്റി നേരെ ഇവിടെ ചെന്ന് ആലുവയിൽ സ്ഥലത്ത് ചെന്നു. ആലുവ സ്ഥലത്തിപ്പോൾ നമ്മളെ ഏഞ്ചൽ ജോർജിൻ്റെ വീട് എസ്റ്റേറ്റാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ചെറിയ സ്റ്റൂളിലിരിക്കുന്നു. സേതുമാധവൻ. സേതുമാധവൻ സാറല്ലേ? അതെ. എടോ എന്താ ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. ഇത് നോക്കാനൊന്നുമില്ല, ചോദിച്ചാലുമല്ല, ഒരു ആ കോസ്റ്റ്യൂം എടുത്ത് കൊടുത്തേക്ക്. ഞാൻ ഡയലോഗും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലം ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ആഴ്ചയിലെ 4 പ്രാവശ്യം വിളിക്കുന്ന ആളെ ഞങ്ങൾ 10 മിനിറ്റ് ഷൂട്ടിങ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് അച്ചായൻ അഭിനയിക്കാൻ തന്നേക്കുന്നത്. അഭിനയിക്കാൻ ആലപ്പി വിൻസെന്റിന്റെ വീടാ. ആലപ്പി വിൻസെന്റ് അവിടെ ഉണ്ട്. പുള്ളി പറഞ്ഞ് ഇങ്ങനെ 2 റീടേക്ക് വന്ന് പറഞ്ഞു, ഓ ഇന്നലെ ബേബിച്ചായി ഇന്നലെ വാങ്ങാൻ വന്നിട്ട് ഒറ്റ ടേക്കിന് ആ ഷോർട്ട് എടുത്ത് പുള്ളി സ്ഥലം പെട്ടു. നേരത്തെ തീവണ്ടി ചോദിച്ച പോലെ ആയിപ്പോയി. തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു കാലഘട്ടം വന്നാലും യാദൃശ്യമായിരിക്കും ഒരു പക്ഷേ മലയാള സിനിമയിലെ ഈ ഒരു നവകാല സിനിമകളിലേക്ക് തിരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കുത്തിത്തിരിഞ്ഞ സമയങ്ങളിൽ എത്തുമ്പോഴും ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതിൽ വലിയ പങ്കുണ്ട്. ആ സിനിമയിലും ഒരു സാന്നിധ്യമായിട്ട്, അതായത് ആ സിനിമയുടെ ഏറ്റവും ക്ലാപ്സ് കൊണ്ടുപോകുന്ന ഏരിയകളിൽ ജോസ് പ്രകാശ് സാർ ഇതൊരു ചരിത്രമാവും. പിന്നെ ആ ഒരു ഡയലോഗ് ഒരു ഫ്രേസ് ആയിട്ട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന, ഇന്നൊരു നോ പറഞ്ഞാൽ ഏതൊരു ദിവസത്തെ പോലെ ഇത് കടന്നു പോകും, നീ ഒരു എസ് പറഞ്ഞാൽ ഇതൊരു ചരിത്രമാകുമെന്ന് പറയുന്ന ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാഫിക്കിലുണ്ട്. പിന്നെ നമ്മൾ ദേവാസുരം എന്ന് പറയുന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന് അപ്പോഴും വയ്യാതിരിക്കുമ്പം കറിയാച്ചന്റെ മക്കളുടെ നിർബന്ധമായിരുന്നു അത് അച്ഛനെ കൂടി ചെയ്യണമെന്ന് അല്ലേ? അതിനകത്തൊരു സംഭവമുണ്ട്. ജ്യേഷ്ഠൻ്റെ ഈ കാല് മുറിച്ചതിന് ശേഷം അത് കഴിഞ്ഞുള്ള കുറേ എപ്പിസോഡുകളും ഞങ്ങളുടെ ഓർമ്മകളിൽ ഒത്തിരി ദുഃഖം തരുന്നതാണ്. കാരണം ഓടി നടന്ന് അഭിനയിച്ച് കാലങ്ങളോളം അഭിനയിച്ച ഒരു മനുഷ്യൻ, നമുക്ക് ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ തുടരണമെന്ന് ഏത് പ്രായത്തിലും ആഗ്രഹം ഉണ്ടാവും. കാല് മുറിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലോ വീട്ടിലൊക്കെ പോയി കാണുമ്പം എന്നോട് തനിച്ച് ചോദിച്ചിട്ടുണ്ട്, എനിക്കിനി അഭിനയിക്കാൻ വയ്യ അല്ലേ, എന്നെ ആരും വിളിക്കുകയല്ലേ, സങ്കടം വന്നിട്ടുണ്ട്. എന്നെ ഇനി അഭിനയിക്കാൻ ആരും വിളിക്കുകയില്ലായിരിക്കും അല്ലേടാ നീ പറഞ്ഞു. അതാ അങ്ങനെയല്ലേ ആയിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ട്രാഫിക്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം മക്കൾക്ക് നിർബന്ധമാണ് അത് ബേച്ചാൻ ചെയ്യണം. അങ്ങനെ വീട്ടിൽ പോയി കഥ പറഞ്ഞു, സംഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ നീ ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് വായിച്ചേ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. വീണ്ടും മൂത്ത മകള് എൽസമ്മയെ കൊണ്ട് കൈ കൊടുത്ത് എടി ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ICUലായി. നടന്നില്ല. രാജേഷ് പിള്ളിയാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനാണ്. മാറ്റിവെച്ചു. ഇതുപോലെ വേറൊരു ദിവസം പുള്ളിക്ക് വേണ്ടി വെച്ചു, അതും നടന്നില്ല. അപ്പം ബുദ്ധിമുട്ടായി, നമുക്ക് വേറെ ആരെങ്കിലും വെക്കാം എന്ന് പറഞ്ഞു. മധുസാറിൻ്റെ പേര് വന്നു. ഇവർ മധുസാറിനെ വിളിച്ചു. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു സീനേ ഉള്ളൂ, ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ, അതൊന്ന് സാറ് ചെയ്യാവോ എന്ന്. അത് ഇന്ന ഒരു സന്ദർഭം സംഗതിയും കൂടി ഉണ്ട്, അത് ജോസ് പ്രകാശിന് വേണ്ടി വെച്ചിരുന്നതാണ്, അത് അങ്ങേര് സുഖമില്ലാതെ പോയി. ഉടനെ അങ്ങേര് പറഞ്ഞൊരു മറുപടി ഉണ്ട് മധുസാർ, ജോസ് പ്രകാശ് സാറിന് വെച്ചിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിരിക്കും, അത് ഞാനല്ല ചെയ്യേണ്ടത്. അതുപോലെ സംഭവിച്ചു. അങ്ങനെ വീട്ടിൽ വെച്ചാണ്, ഇവരുടെ വീട്ടിൽ വെച്ചാണ് അത് ഇരുത്തിക്കൊണ്ട് അത് എടുത്തത്. അതൊക്കെ മറക്കാൻ പറ്റിയില്ല. കാരണം മധുസാറിനെ ഞാൻ നേരെ ഓർത്തത്, ആ മനസ്സ്. മധുസാർ അന്ന് പറഞ്ഞതാണ് ഈ സിനിമയിലെ ഡയലോഗ്. ആ ഒരു തീരുമാനം ഒരു ചരിത്രമാണ്. നമ്മളിപ്പോഴും ആ സീനിനെ പറ്റിയും ആ തീരുമാനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജ്യേഷ്ഠന് ഈ JC ദാനിയേൽ അവാർഡ് പോലും കയ്യിൽ മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവമുള്ള കാര്യമാണ്. കുടുംബ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ച കൂട്ടത്തില് ഇദ്ദേഹത്തിന് ഒരു അനുജനുണ്ട്, അക്കുട്ടൻ എന്നല്ലേ? ഷാജി അക്കുട്ടൻ എന്നാണ്. അതെനിക്ക് ഈ ഇവരുമായിട്ടുള്ള കുടുംബ ബന്ധം ഇദ്ദേഹം പറയുന്നത് അക്കുട്ടൻ എന്നാണ്, അച്ചായൻ പറയുന്നത് അക്കുട്ടനാണ്. ഈ രാജനും അക്കുട്ടനും കൂടെ ചേർന്നാണ് പ്രകാശ് ടെക്സ്റ്റൈൽസ് ആൻഡ് ജോസ് പ്രകാശ്. അദ്ദേഹം ബുദ്ധിപൂർവ്വം കണ്ട കാര്യമാണ്
ഈ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സൗത്ത് സ്റ്റേറ്റ് മുമ്പ് വന്നതിന് മുമ്പ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു, രാജാ ഇപ്പോൾ ഏതായാലും ഇത് ഈ കട നല്ല ഇഷ്ടമാണ്, നിൻ്റെ കെയർ ഓഫിൽ പോകുന്നുണ്ട്, അക്കുട്ടന് ഇതേ MG റോഡിൽ വേറെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലേ അദ്ദേഹത്തിന് ദീർഘവീക്ഷണമാണത്. ജ്യേഷ്ഠനും വിവാഹിതരാണ്, അതുകൊണ്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് വീണ്ടും കുടുംബത്തിൽ നിന്നിരിക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റായിട്ട് വേറെ വ്യാപാരത്തിലേക്ക് മോൻ ഇളയമന് ഒരനിയനല്ലേ ഉള്ളൂ, മറ്റേ സഹോദരിമാരല്ലേ. ഒരു സഹോദരിയുടെ മകള് ആലോലമാരുന്ന കാറ്റെന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉപഹാരത്തിൽ, അഭിനയിച്ചിട്ടുണ്ട്. മോൾ ആലുവ അല്ലേ. ഇതിങ്ങനെ ഓരോ കെട്ടടിക്കും തോറും വന്നോണ്ടിരിക്കുകയാണുള്ളത്. സിനിമ ഫാമിലിയാ. എന്നിട്ട് ആ മോളാണ് മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ചത്. ഉപഹാരത്തില് ആ കുട്ടി ലിഫ്റ്റിൽ നിന്ന് വീണിട്ട് കണ്ണ് നഷ്ടപ്പെടുവാണ്. ആ കണ്ണ് നഷ്ടപ്പെടുന്ന കുട്ടിക്കാണ് ശോഭനയുടെ കണ്ണ് നഷ്ടപ്പെടും, അങ്ങനെ കണ്ടല്ലേ? അല്ല, ആ കുട്ടിയുടെ കണ്ണെടുത്ത് ശോഭനയ്ക്ക് വെച്ചു. അങ്ങനെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇനി പറയാനുണ്ട്, ഇവർ ഗായക സംഘം, ഇവരുടെ വീട്ടില് അഭിനയിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കുവാണ്. അതാണ് എളുപ്പം തോന്നുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാരും എന്തെങ്കിലും അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. എന്റെ രണ്ടാമത്തെ ബ്രദർ ജോസ് പ്രകാശ് കഴിഞ്ഞാൽ തൊട്ട് താഴെയല്ല മേജർ ആന്റണി, പുള്ളി ക്യാപ്റ്റനായിരുന്നു. പുള്ളി ഒരു ദിവസം ഈ അവധിക്കൊക്കെ വന്നാൽ പറഞ്ഞു, എടാ എനിക്ക് നീ സിനിമയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, എനിക്കൊരു സിനിമയിലൊക്കെ അഭിനയിക്കാം. അപ്പോൾ കാണാക്കൂലിൻ്റെ ഷൂട്ടിങ് നടക്കുക, എൻ്റെ കാണാക്കൂയിൽ കോട്ടയത്തെ ഷൂട്ടിങ്. അപ്പോൾ ഒരു SP റോളുണ്ട്. ശിവകുമാർ സാറിന് പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനുണ്ടോ ഒന്ന്, അതിന് എന്നെ വിളിക്കുക. പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, പുള്ളി ഒരു മേജറും കൂടിയാണ്. ഒരു കുഴപ്പമില്ല. ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു. ഡ്രസ്സ് കൊടുക്കാൻ വന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോഴത്തേനും പുള്ളിക്ക് പാൻറ്റ് ശരിയാകുന്നില്ല. അവസാനം ഷർട്ട് മാത്രം ഇട്ട് അടിയിൽ മുണ്ട് കൊടുത്ത് ടേബിളിന്റെ അടിയിൽ ഇരുത്തി. അങ്ങനെയൊക്കെ ചെയ്ത കാലമുള്ളത് ഇന്ന് ചെയ്യില്ല. ഇന്ന് അങ്ങനെയുള്ള അന്ന് എത്ര ഷോട്ടുകൾ അവിടെ 12 ദിവസം 13 ദിവസത്തിൽ ഒരു പടം തീരും. സമയത്ത് ജോസ് പ്രകാശ് എന്ന അതുല്യ അഭിനേതാവിനെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ. എനിക്കൊന്ന് ജോസ് പ്രകാശ് സാറിൽ അങ്ങനെ പതിഞ്ഞ ഭാവങ്ങളിലൂടെ, അതിൻ്റെ പാകതയിലൂടെ, അതിൻ്റെ പക്വതയിലൂടെയൊക്കെ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ പോകുന്ന തരം മറ്റൊരു നടൻ കൂടിയുണ്ട് എന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് അല്ലെങ്കിൽ ആ കാലത്തെ പ്രേക്ഷകർക്ക് അത് ബോധ്യമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് കോളേജ് കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ജോസ് പ്രകാശ് എന്ന നടൻ ഏറ്റവും ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ആളാണ്. സത്യത്തിൽ ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആകാര ഭംഗിയുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ. അപ്പോൾ ഒരു ക്യാരക്ടർ വേഷത്തിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുമ്പോൾ എനിക്ക് സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത് ഭംഗിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല. ഇത്രയും പരിചയസമ്പന്നനായ നടൻ എന്ന നിലയ്ക്ക് ഏത് തരത്തിലുള്ള ഭാവപകർച്ചയും അദ്ദേഹത്തിന് സാധ്യമാണ് എന്ന് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ആ ക്യാരക്ടറിന് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ദൈന്യതയും അതിൻ്റെ ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത്. വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ കൗതുകം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഗായകനാകാൻ വേണ്ടി വന്നു, ആകാൻ ആഗ്രഹത്തിൽ വന്നല്ല, നല്ല പാട്ടുകാരനായിരുന്നു. അല്ലെങ്കിൽ ഒരു 8-10 സിനിമകളിൽ പാടില്ലല്ലോ. പിന്നെ ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ അഭിനയത്തിലേക്ക് പോയതുകൊണ്ടാണ് പാടാഞ്ഞത്. പാട്ടിനെ കുറിച്ച് ഇഷ്ടമാണെന്ന് ഇപ്പം രഘുമാർ സാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ദാസേട്ടന്റെ പാട്ടുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പാടിയ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ അനിയൻ എന്നുള്ള നിലയിൽ പ്രേംപ്രകാശ് സാർ പാടിയാൽ അത് ഗംഭീരാവും. എനിക്ക് ഈ ചേട്ടൻ പാടിയ എല്ലാ പാട്ടുമൊന്നും അറിയാൻ മേല. ചില പാട്ടുകളുടെ കുറേ വരികൾ അറിയാം. അതിലാദ്യം റെക്കോർഡ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിൽ തിക്കുറിശി ആണ് അത് എഴുതിയിരിക്കുന്നത്. ശരിക്കും ആ ട്യൂൺ ഹിന്ദിയിൽ നിന്ന് കടമെടുത്തതാണ്. ജ്യേഷ്ഠൻ സൈകളുടെ വലിയ ആരാധകനായിരുന്നു.
പിന്നെ മുഹമ്മദ് റഫിയുടെ ആരാധകനായിട്ട് മാറി. എങ്കിലും സൈക്കിളിൻ്റെ പാട്ടുകൾ ഒരു സമയത്ത് കൂടുതൽ പാടുമായിരുന്നു. സോജ രാജകുമാരിയൊക്കെ പാടുമായിരുന്നു. ഏതാണ്ട് സൈക്കിള് പാടിയ ഒരു താൻസേൻ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു അതേ ട്യൂൺ ഇങ്ങോട്ട് കടമെടുത്ത് ഒരു പാട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പാടാം. ഓക്കെ. കണ്ണു നീരു നീ ചൊരിയാതെ നിയതിയെ പഴിക്കാതെ മനുജ മായ മായ നീ കാൺപതൻ സഹജ. കണ്ണു നീരു നീ ചൊരിയാതെ നിയതിയെ പഴിക്കാതെ മനുജ മായ മായ നീ കാൺപതൻ സഹജ. നല്ല പാട്ടാണ്. ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് പാടിയ പാട്ട്. പിന്നെ ബിഷപ്പിന്റെ വിളിയിലും ഒക്കെ പാടിയിട്ടുണ്ട്. അത് കൂടുതലും പീലിയിലെയും CK രേവമ്മയൊക്കെയാണ് കൂടെ പാടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് നാടകത്തിൽ കുറെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ വിഷമേഖല എന്ന് പറഞ്ഞ പടത്തിൽ നാടകത്തിലൊരു നല്ല ഗാനമുണ്ട്. അത് പാടാം. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. ഈ ഭൂമി മരുഭൂവിൽ ഏകയായി വിരണ്ടോടി ആരെ നീ തിരയുന്നൻ പൂനിലവേ. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. ഇങ്ങനെ കുറെ പാട്ടുകൾ പുള്ളി പാടിയിട്ടുണ്ട്. ബേബിച്ചാൻ എപ്പോഴെങ്കിലും കറിയാച്ചൻ 8ാമത്തെ അനിയനാണല്ലോ. അതെ. എടാ ഒന്ന് ഇന്ന് പാടിക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഹിന്ദി പാട്ടുകൾ ഞങ്ങൾ പരസ്പരം വീട്ടിൽ വന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാടും. ഞാൻ ജ്യേഷ്ഠന്റെ കാല് മുറിച്ച് കഴിഞ്ഞ് വീട്ടിൽ കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കള് ബോബിയും സഞ്ജയും പുള്ളിക്ക് സ്ഥിരം കേൾക്കാനായിട്ടൊരു സെറ്റപ്പ് റേഡിയോ കൊണ്ട് കൊടുത്തു. മുഴുവൻ സൈക്കിളിൻ്റെയും റഫിയുടെയും പാട്ടാണ്. അതിരുന്ന് പാടിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ബേച്ച ഇതേത് പടത്തിലെ എടാ അത് ഈ ഇന്ന പാട്ട് ദിലീപ് കുമാറല്ലേ ആ സീനിൽ അഭിനയിച്ചിരിക്കുന്നത്, അല്ലാതെ ദേവാനന്ദല്ലേ, ഇതെല്ലാം പറയും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞത് പാട്ട് ഹിന്ദി പാട്ടൊരു ജീവനായിരുന്നു പുള്ളിക്ക്. ഈ പറഞ്ഞതെല്ലാം ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനെന്തോ രഹസ്യം പറയുന്ന പോലെ തോന്നി. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയിൽ കയറിയിട്ട് ഞാൻ ലാത്തി അടിക്കേണ്ട മൈക്ക് വെച്ചിട്ടുണ്ടെന്ന് രഹസ്യം ചില സമയത്ത് ചില സമയത്ത് പരിസരം വിട്ട് പറഞ്ഞു പോകും. പറഞ്ഞു വെച്ചോ, ഈ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ രാജനോട് ഓർമ്മിപ്പിക്കുക. അല്ല പറഞ്ഞു മൈക്കുള്ളവർ അവിടെ തീവണ്ടി വിളിക്കേണ്ടി വരും തോന്നുന്നു. രാജനെ അക്കുട്ടനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ അച്ഛനാണ്. മക്കളോട് നിങ്ങൾ മുമ്പ് വെച്ച് പാടിയിട്ടുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ അച്ഛൻ പാടിയിട്ടുണ്ടോ? പിന്നെ ഈ തീനാളങ്ങൾ എന്ന് പറയുന്ന പടത്തില് ജയൻ, ഷീലാമ്മ, സീമ, ഞാൻ, ജോസേട്ടൻ, ഒപ്പ ഇതിലില്ലേ ആ സിനിമയില്? സീമ. പക്ഷെ അപ്പോഴും നിങ്ങളൊക്കെ എന്തായാലും ഹീറോ തന്നെയല്ലേ, അല്ലാതെ അപ്പുറത്തെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഈ വില്ലന്മാരുടെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒറ്റ പടം ചെയ്തിട്ട് ഒറ്റ പടം വില്ലനായിട്ട് ചെയ്തു. ഓ, അതേതാണ്? IV ശശിയുടെ അങ്ങാടി. ഹീറോ ആയിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോ ജയൻ എനിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നിന്റെ നാക്ക് എന്നോട് പറയുന്നത്. നിങ്ങൾ സീമയും കൂടെ കാറിൽ പോകുമ്പോ അപ്പൊ ശശി എന്ന് പറഞ്ഞു. അപ്പൊ അതുവരയ്ക്കും ശശിക്ക് സോമനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പെണ്ണോട് എടാ ഈ പടത്തിൽ നീ ഞങ്ങൾ പടം സെട്ടി സാറിന് വിളിക്കും, ശശിയെ ഡയറക്ടർ സാറിന്. വെളിയിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ജയൻ ഇതിൽ ഹീറോ ചെയ്യട്ടടാ, നീ വില്ലനായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ചെയ്യാം. എനിക്ക് ശശിയോടുള്ള ധൈര്യം. കൂലീസ് പറയും, കൂലീസ് ഡയലോഗ് അല്ലേ, ബ്ലഡി കൂലീസ്. ബ്ലഡി കൂലീസ് എന്ന് പറയുമ്പോൾ
bloody police. What you trying? ഒരു What did you say? റെഡ് ബനിയനൊക്കെ ഉണ്ട്. You say that once more, I'll pull out your tongue. അതായത് രവികുമാർ സാർ അന്ന് എന്തോ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് പറയും. ട്രോളി പുള്ളേഴ്സ്, Trolley police. ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. അത് തന്നെ കറക്റ്റ്. You tell that word once more, I'll pull out your tongue. അതെ അതെ. അതാണ്. അപ്പൊ അതിൽ വില്ലൻ നല്ല വേഷമല്ലേ? പക്ഷെ വില്ലനാണേലും അങ്ങനത്തെ ഒരു അല്ല അങ്ങനെയല്ല. ആ വില്ലൻ വേഷനും എനിക്ക് നല്ല പേര് കിട്ടി. അതാണ്. അത് ആ ഡയറക്ടറിനെ കഴിയും. അതെ, ആ ക്യാരക്ടറിനെ കൊണ്ടുപോയത്. ആ. അപ്പൊ എനിക്കൊന്നുമില്ല, ഞാൻ ജയനും ബേബിയാണ് വിളിക്കുക, ബേബി ചായനാ വിളിക്കുക. ഇവരൊക്കെ എന്നെക്കാട്ടിലും മുമ്പ് രാജനാണ് പരിചയം ജയനെ. എനിക്ക് ഓർമ്മയുണ്ട്, പറയാൻ പാടില്ല, രാജന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാ വരിക അവിടെ ജയൻ സാറ്. ശരിയാണ്. അല്ല അങ്ങനെ അതിപ്പോ പറഞ്ഞത് കാരണം ഈ സിനിമയിൽ എത്തിക്കുന്ന ഒരു സമയം തൊട്ട് സിനിമയിലാവുന്ന ജയൻ വരാൻ കാരണം രാജനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ പപ്പ ഇൻട്രൊഡ്യൂസ്. ഞാൻ അതാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ കണ്ട് മുന്നിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയണം. നമ്മള് മലയാളികൾ ഇത്രയും ആളുകള് ജയൻ സാറിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ഒരു അനശ്വര നടൻ സിനിമയിലേക്ക് എത്താൻ കാരണക്കാരനായ ഒരാളാണ് ഇവിടെ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ? അത് നേരിട്ട് കാണും നിങ്ങൾ. ഈ ഇരിക്കുന്ന ആളാണ് അതിന്റെ പുറകിലുള്ളത്. എത്തുകയും കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്നിടുകയും ചെയ്തത് ബേച്ചാനാണെന്നുള്ളത് പറഞ്ഞു. രണ്ടുപേരും അപ്പൊ ഒന്ന് പറയണം, കൂടെ ഇവിടെ റഹ്മാനെ കൊണ്ടുവന്നോ? ആരാ? രണ്ടുപേരുമാണ്. കൂട്ടി വെച്ചാണ്. ഈ എനിക്കൊന്ന് ഈ അന്ന് കാലത്ത് ഈ ഇൻഡോറുകളിൽ നിന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയത് ഓളവും തീരും എന്ന് പറയുന്ന ഒരു പടത്തിലാണ് ഔട്ട്ഡോർ തുടങ്ങുന്നത്. അതിനകത്തും ജോസ് പ്രകാശ് സാറാണ്. അല്ല, അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് ഒരു സീനുണ്ട്, മധുവും ജ്യേഷ്ഠനും കൂടെ തമ്മിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. അപ്പൊ അത് ഇതിന്റെ എല്ലാം പടമെല്ലാം കണ്ടു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ബേച്ചാനോട് ചോദിച്ചു, ഇത് എങ്ങനെയാ, ഇത് സ്റ്റണ്ട് എങ്ങനെയാ ബേച്ചാൻ അറിയാതെ മാസ്റ്റർ ഇല്ല. അപ്പൊ PM മേനോൻ സാറ് പറഞ്ഞു, ഇതിന്റെ മാസ്റ്റർ ഒന്നുമില്ല, ഇത് ചെലവ് ചുരുക്കി എടുക്കുന്ന പടമാണ്. അന്ന് ബക്കർ അതിന്റെ പ്രൊഡ്യൂസർ, പൈസ ഒക്കെ കുറവുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലങ്ങ് അടിച്ചോ. ഇതാണ് പരിക്കൊക്കെ പറ്റി. ഈ ഫൈറ്റ് സീനിൽ ഒരു സീനിൽ മമ്മൂട്ടിയും ജ്യേഷ്ഠനും കൂടെയുള്ള എന്തോ ഒരു ഫൈറ്റ് സീനില് ജ്യേഷ്ഠനൊരു ചെറിയൊരു താഴെയിലോട്ട് മറിഞ്ഞ് മമ്മൂട്ടിയെ പിടിച്ച് കയറ്റുന്നൊക്കെ ഒരു രംഗം. അതെ, മമ്മൂട്ടിയെ പിടിച്ച് കയറ്റി. പുള്ളി ഇരിക്കുകയാണ് അവസാനം അല്ല, അന്ന് ഇപ്പോഴുള്ള അത്ര സേഫ്റ്റി മെഷർ ഒന്നും ഇല്ലല്ലോ. ഈ മമ്മൂക്കയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ട് പറയാം. മമ്മൂക്ക എന്നോട് ഒരിക്കൽ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വലിയ താരനിശ നടക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞൊരു ഓർമ്മയില് രവികുമാർ സാറുണ്ട്. അതായത് ജോഷി സാറിന്റെ ആദ്യത്തെ പടം ടൈഗർ സലീം എന്ന് പറയുന്ന പടം, അതിന്റെ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കുമ്പം രവികുമാർ സാറ് മുന്നിൽ ബൈക്കിൽ പോകുന്നു. 100 ബൈക്ക് എങ്ങാണ്ട് ചേസിങ്, 100 ബൈക്ക് എറണാകുളത്ത് അന്ന് MG റോട്ടില് എന്താ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. 100 ബൈക്ക് തന്നെ അന്ന് സംഘടിപ്പിക്കാൻ നല്ല പാടല്ലേ. പിന്നല്ലേ ഇത് 100 ബൈക്കിൽ. അത് നമുക്കൊക്കെ കോളേജ് പഠിക്കുമ്പം കോളേജിന്റെ മുന്നിൽ കൂടെ നിങ്ങളുടെ ഷൂട്ടിങ് പോകുന്നു. അതിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് പഠിക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമലഹാസൻ സാറുമായിട്ടും ജോസ് പ്രകാശ് സാറും ഇല്ലാതെ കിടന്നപ്പം വീട്ടിൽ കാണാൻ വന്നു. വളരെയധികം അടുപ്പമാണ്, ഭയങ്കര തമാശ. ഞങ്ങൾ വലിച്ചു ഇത്ര അടുപ്പം ഏതോ 1-2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ബഹുമാനവും തമാശയുമാണ്. അവർ പറയുന്നത് അവർ രണ്ടുപേരും കൂടെ മാറി എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു. ഭയങ്കര ചിരിയും തമാശയൊക്കെ, സന്തോഷം തോന്നി. കാരണം എൻ്റെ മകൻ സഞ്ജയ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോകാറുണ്ട്. എന്തോ ഒരു ചർച്ചയുണ്ട് കമലഹാസനോട്ട്. ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ബേച്ചാനെയും പഴയ കാര്യങ്ങളും പണ്ട് ഒരുമിച്ച് അഭിനയിച്ച സമയത്തെ സത്യവാൻ സാവിത്രി എന്തൊക്കെ പടങ്ങളൊക്കെ ഉണ്ട്, അത്ഭുതങ്ങളൊക്കെ. അപ്പൊ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു. ഭയങ്കര ഓർമ്മകളെ ഈ പറയുമ്പോഴാണ് ഞാനെന്ന് ഓർക്കുന്നത്. നസീർ സാറെ പറഞ്ഞ അസൈന്നല്ലേ പറയുള്ളൂ, ബേബിച്ചാനെ അളിയാന്നാ വിളിക്കുന്നത്. ജോസ് പ്രകാശ് സാറിനെ നസീർ സാർ അളിയാന്നാ വിളിക്കുക. കണ്ടോ, ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയ അറിവാണ്, അദ്ദേഹം ഇതുവരെ കിട്ടിയ അറിവല്ല. ബേബിച്ചാൻ്റെ സത്യമായിട്ടുള്ളത്. ബേബിച്ചാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടാ. പുള്ളി സിംഗപ്പൂർ ബർമയിലൊക്കെ പോയത് 1942 കാലത്ത് 2ാം ലോക മഹായുദ്ധം ഇതെല്ലാം അച്ഛൻ ഞങ്ങളോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മക്കളെടുത്ത് പറയാൻ പറ്റത്തില്ല. 8ാമത്തെ അനിയനും മോനെ പോലെയാ. പിന്നെ ആരോടെങ്കിലും പറയണ്ടയാ, അമ്മയോട് പറയാം. പുള്ളിക്കാരത്ത് പറയാൻ പാടില്ല. പുള്ളിക്കാരത്ത് എപ്പോഴും ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ മക്കളെ അച്ഛനെ ഊട്ടാൻ വേണ്ടി മാത്രം വിളിച്ച ഒരമ്മ.
അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഒന്നൊരു ബഹിർസ്ഫുരണം വേണ്ടേ? അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കിട്ടിയാൽ പിന്നെ എനിക്ക് നല്ല അവിടെ പോയി അച്ഛൻ്റെ കൂടെ പോയി നല്ല മീൻകറി കൂട്ടിയിട്ട് ഇവിടെ വീട്ടിലല്ല സ്വാമീസ് ലോഡ്ജിൽ അവിടെ വെച്ചാൽ ഇതൊക്കെ പറയുന്നേ. ഇതൊക്കെ പറയുമ്പോൾ ശങ്കരാടി ചേട്ടനുണ്ട്, നെല്ലിക്കോട് ഭാസ്കരനുണ്ട്, പറവൂർ ഭരതൻ സുന്ദര എന്നാ വിളിക്കുന്നത്. ആ ഭരതനെയൊക്കെ ഇവർക്കൊരു തമാശ, പുള്ളി പുള്ളി ജോലി ടൈപ്പാ. അവളെ വേറൊരു പ്രത്യേകത അറിയോ? ഇവരൊക്കെ രാവിലെ വരുന്നത് ആരും ടോയ്ലറ്റിൽ പോയില്ല, പത്രം വായിച്ചിരിക്കും. ഭരതൻ ചേട്ടൻ പോയി കഴിഞ്ഞ് പോകുള്ളൂ. കാരണം പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ കയറി കഴിഞ്ഞാലേ പുള്ളി ആ ഒരു സോപ്പ് വെച്ച് കംപ്ലീറ്റ് ആ ബാത്റൂം കോരുന്ന മറ്റേ ഇതില്ലേ അതൊക്കെ സോപ്പിട്ട് കഴുകി നീറ്റാക്കി എന്നിട്ടേ പുള്ളി പുറത്തിറങ്ങുള്ളൂ. പിന്നെ ഇവർക്ക് സൈഫായിട്ട് കയറാം ഒക്കെ നീറ്റായിരിക്കും. അത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് സ്നേഹമുള്ള സമയത്ത് പുള്ളിയുടെ പേര് തന്നെ സംശയം വരുന്ന പറവൂർ ഭരതൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ സലിംകുമാറേട്ടന്റെ ട്രൂപ്പിലായിരുന്നല്ലോ 25 വർഷം മുമ്പ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ പറവൂർ ഭരതൻ അത്രയും സിനിമകളുടെ തിരക്കില്ലാത്ത സമയം ഞങ്ങളുടെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് അദ്ദേഹം നമ്മുടെ ട്രൂപ്പിന്റെ റിഹേഴ്സലൊക്കെ കാണുകയും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പ്രദേശങ്ങളിലുള്ള കഥയൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭരതേട്ടനെ സുന്ദര എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആരും സുന്ദരൻ ഭരതേട്ടൻ വരും. അപ്പോഴത്തേക്ക് ചോദിക്കും നീ സുന്ദരനാ? അപ്പൊ ഭരതേട്ടൻ കളിയാക്കും കൊണ്ടല്ലോ അവൻ സുന്ദരനാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് പറയും. അപ്പോഴാണ് അവരുടെ ആ സ്നേഹത്തിന്റെ ഈ നസീറും ചേട്ടനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞല്ലോ. ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു മുറിയാണ് ഇവർക്ക് കൊടുത്തത്, ഒരു കട്ടിലേ ഉള്ളൂ. അപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം എവിടെ കിടക്കുമെന്നുള്ളതായിപ്പോയി. അപ്പം വെച്ചാൻ പറഞ്ഞു അളിയൻ കട്ടിലേ കിടന്നു, ഞാൻ താഴെ കിടക്കും. ഇല്ലില്ല, അളിയൻ തന്നെ കട്ടിലേ അങ്ങനെ ജ്യേഷ്ഠനെ കട്ടിലേ കിടത്തിയിട്ട് ഇല്ല, അവസാനം അവർ തീരുമാനത്തിൽ കട്ടിൽ മടക്കി വെച്ചു. ഇത് ആ ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് മടക്കി വെച്ചിട്ട് അതുപോലെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കും ഇവരുടെ കല്യാണത്തിന് നസീർ വീട്ടിൽ വന്നതും എന്റെ പെങ്ങന്മാരുടെ കല്യാണം. ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ പെങ്ങന്മാരുടെ ഒക്കെ കല്യാണത്തിന് SP പിള്ള, അന്നത്തെ മിസ് കുമാരി, മുത്തയ്യ, അന്നത്തെ സിനിമ ഇൻഡസ്ട്രി ഫാമിലി മാറിയായിരുന്നു. അവരൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്റെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും, നല്ലതിനും ചീത്തയും എന്ത് നടന്നാലും. ഇത്രയൊക്കെ പറയുമ്പോഴും ടെലിവിഷന്റെ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമ്മൾ സിനിമ പറഞ്ഞു, പാട്ട് പറഞ്ഞു, ടെലിവിഷനിലെ മികായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന പരമ്പരയിൽ അഭിനയിക്കുകയും അതിന് അവാർഡ് വാങ്ങുകയും സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടിയ അഭിനയത്തിനുള്ള അവാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ആള്. ജോസ് പ്രകാശ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് മറ്റൊരാൾ കൂടി എത്തുകയാണ്. പ്രകാശ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ, പത്രം, അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സീരിയൽ അഭിനയിച്ചപ്പോഴാണ് കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാനും ഇതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടിയത്. വാവ എന്നുള്ള സീരിയലാണ്, അത് സൂര്യ TV യിലായിരുന്നു ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ വാവ എന്ന് പറഞ്ഞാൽ അതിൽ നായികയുടെ മുത്തശ്ശനാണ് ജോസ് പ്രകാശ് സാർ. അപ്പോൾ അന്നാണ് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അന്നാണ് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം ഒരു ഗായകനായിട്ടായിരുന്നു ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് അറിയണം. വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു ആ കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു എലിഗൻറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എന്താ പറയുക, അത്രയും ദൂരെ നിന്ന് ബഹുമാനിച്ച് അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊരു ആ ഒരു ഗാംഭീര്യം കാരണം ആദ്യമൊന്നും അധികം സംസാരിക്കാൻ പോയില്ല. പക്ഷേ അദ്ദേഹം നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നും ആയിരുന്നില്ല നമ്മളോട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരുന്നത്. അതൊരു ആ പഴയ കാലത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണ്. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നാൽ നമ്മൾ ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും എത്ര തുടക്കക്കാരാണെങ്കിലും ഒക്കെ ബഹുമാനം നൽകുന്നതാണെങ്കിലും അവരെ എന്താ പറയുക, നന്മ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ആ ഒരു അഭിനയം. ഈ എപ്പിസോഡിന്റെ ഇടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുതല കുഞ്ഞുങ്ങളും പൈപ്പും ഒരു വില്ലനിസത്തിന്റെ മറുവാക്കുമായും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഗായകനാകാൻ എത്തുന്നു. തിരിഞ്ഞ് സിനിമയുടെ സമസ്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നു. നടൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ജോസ് പ്രകാശ് സാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ചലച്ചിത്ര പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. രാജൻ ജോസഫ് സാർ, പ്രേംപ്രകാശ് സാർ, സയൻ സാർ, രവികുമാർ സാർ, നിങ്ങളുടെല്ലാം സാന്നിധ്യം
വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഈ അവസരത്തിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം പറയൂ. ഞാൻ അവസാനമായിട്ട് പപ്പയെ കാണുന്നത്, പപ്പ മരിക്കണ ഒരു എപ്പോഴാണ് മരിച്ചത്? 2012 മാർച്ച് 24. 12 വർഷം വന്നിരുന്നു. എവിടെ? ഊട്ടി? കൊച്ചി വന്നിരുന്നപ്പോ പപ്പ ഇങ്ങനെ കാല് മുറിച്ച് കിടക്കുകയാണെന്ന് കേട്ടിട്ട് ഞാൻ കുഞ്ചിനെ വിളിച്ചു പറയും, കുഞ്ച എനിക്ക് പപ്പയെ കാണണം. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുഞ്ഞ വന്നെ ഹോട്ടലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി. കാണുമ്പോൾ ഞാൻ കണ്ട പപ്പ വർഷങ്ങൾക്ക് മുമ്പ് പടങ്ങളിൽ കണ്ടിട്ട് പപ്പ അങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോൾ അടുത്തിരുന്നു പപ്പ. അപ്പോഴും അദ്ദേഹത്തിനൊന്നുമില്ലാതെ പഴയ മാറി ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഏത് പടം ചെയ്യണം, ഏത് സീരിയൽ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇടയിൽ എടാ എനിക്കൊരു സിഗരറ്റ് നടാന്ന്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം അന്ന് രാജൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ ഭാര്യ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഒരു സിഗരറ്റ് കൊടുക്കാൻ പോകുകയെന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു പ്ലീസ് പാവം എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കൊടുത്തു. ആ സിഗരറ്റ് അങ്ങ് ആശ്വസിച്ച് വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ പഴയ കഥകളിലൂടെ ഞങ്ങൾ എത്ര പടങ്ങളിൽ, എത്ര മദ്രാസിൽ, എത്ര സ്റ്റുഡിയോകളിൽ കിടന്ന് ഞങ്ങൾ രാത്രിയും പകലും വർക്ക് ചെയ്യുമ്പോൾ അങ്ങേരാരും ചോദിക്കും, അങ്ങേരെ സിഗരറ്റ് എടുത്ത് വലിക്കണം. ഒരു സ്റ്റൈലിലാണ് അങ്ങേരെ ഒരു സിഗരറ്റ് വലി ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. അതാണ് ഞാൻ അവസാനം പപ്പയെ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് കാര്യം കൂട്ടിച്ചേർക്കാം. എൻ്റെ മകളുടെ വിവാഹ ദിവസം, കല്യാണ ദിവസം, അന്നത്തെ ഒരു പത്രത്തിലെ മെയിൻ വാർത്ത, മലയാള സിനിമയെ വിറപ്പിച്ച വില്ലൻ ജോസ് പ്രകാശിന് ഇനി ഒരു കാല് മാത്രം. സങ്കടപ്പെട്ടു പോയി. എൻ്റെ മകളുടെ കല്യാണ ദിവസമാണ് വന്നത്. ബേച്ചായൻ്റെ രൂപമല്ല. ഞങ്ങൾ അന്ന് വളരെ ക്ഷീണിതരായിരിക്കുന്നു. ഒരു കാലില്ലാത്ത ഒരു പടം ഇന്നും ഞാൻ പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മകൾ എടുക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു ദുഃഖമായിട്ട് തന്നെ കിടക്കുകയാണ്. ഞങ്ങളെ കുടുംബത്തെ ഏറ്റവും വിഷമപ്പെടുത്തിയ ഒരു കാര്യമാണ് അത്. ഒരുപക്ഷെ രമേശിന് അറിയായിരിക്കും, ആൺകിളിയുടെ താരാട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നതും. അങ്ങനെ കാലിന് മുറിവ് പറ്റി, പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടെ പല രീതിയിൽ ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പല രീതിയിൽ ആലോചിച്ചു, കാല് മുറിക്കാതിരിക്കാൻ പറ്റുമോ. എനിക്ക് കോയമ്പത്തൂരിൽ ഇങ്ങനെ എൽസമ്മയുടെ ഹസ്ബൻഡ് ഊട്ടിയിൽ തോമസ് പലരോടും കോയമ്പത്തൂർ ചോദിച്ചു വന്നാൽ രക്ഷയുണ്ടോ? ഇല്ല, ഇത് ഗാംഗ്രീനായി പോവാണ്, അപ്പം മുറിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ മനസ്സിലിങ്ങനെ ഇപ്പം ജ്യേഷ്ഠനെ പറ്റിയുള്ള ഓർമ്മകളുടെ കാര്യങ്ങളായതുകൊണ്ട് തോന്നിയതാണ് കേട്ടോ. ലെജൻഡായിരുന്നു. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൽബം സൈനിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോസ് പ്രകാശ് സാറിന്റെ മൂത്ത മകൻ രാജൻ ജോസഫ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് അമൃത ടിവിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപഹാരം രവികുമാർ സാർ സമർപ്പിക്കുന്നു. മറ്റൊരു സ്നേഹ സമ്മാനം പ്രേംപ്രകാശ് സാർ കൊടുക്കും. ചരിത്രം എന്നത് വല്ലാത്ത കൗതുകമുള്ള ഒരു വാക്കാണ്. കാരണം ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ നാഴികക്കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചരിത്രത്തെ അളക്കാറുണ്ട്. മലയാള സിനിമയുടെ അത്തരത്തിലുള്ള ഒരു ചരിത്രം അളക്കുമ്പോൾ നാഴികക്കല്ലുകളായി മാറി തുടങ്ങിയ ഒരു കാലഘട്ടം 1950കളുടെ തുടക്കം മുതൽ സിനിമയിലെത്തി, സിനിമയിൽ വളർന്ന് സിനിമയ്ക്ക് വേണ്ടി നിന്ന ഒരു മഹാപ്രതിഭ ജോസ് പ്രകാശ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.